Yes. ഓക്കെ. ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. താങ്ക് യു. ദൈവത്തിന്റെ കരുണയായ അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും എന്നെ ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ഷിബു. ഹായ് ഹായ് ഷിജേട്ടാ. ശുഭേട്ടാ. എല്ലാവർക്കും ഹായ്. കംസ് ഓഫ് ഏജിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല രാജ്യങ്ങളിലും എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കണം. അപ്പം നമുക്ക് പേജ് നമ്പർ 97 അവസാന ഭാഗത്തേക്ക് പോകാം. The next big scare was the out of bounds romance, the well known triangle. In the case of more than half of our membership, the family relation had been distorted. Drinking had turned the husband into the household's bad boy and the wife into his protective and possessive mother. When this relation persisted after the husband sometimes got the wandering eye. Alcoholic woman whose husbands had long since cast them off put in appearance. Here and there we began to witness explosions gathering around these situations. People violently took sides. Whole groups got into uproars, and a number of people got drunk. There was some throwing of rocks at the sinners. We trembled for AA's reputations and for its survival. But at last, we woke up to the fact that we were not having got more sex difficulties than other societies, and possibly less. We found that these situations would often right themselves if they were treated with patience and kindness. The sinners and the self-righteous eventually saw the folly of their ways. Most alcoholics whose wives had been them through their terrible days turned to the straight and narrow. The Al-Anon family groups put in an appearance and did wonders for AA's domestic relations. So this experience all conspired toward a good end. AA's present divorce rate is among the lowest in the whole world. It became apparent that the relationship between the sexes was not going to do us in after all, and our fears in this area subsided. അപ്പോൾ ഞാൻ ആ ഇംഗ്ലീഷിലുള്ള ഭാഗമാണ് വായിച്ചത്. അതിൻ്റെ മലയാള ഭാഗത്തേക്ക് പോകാം. ഒന്നാം പാരമ്പര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒന്നാം പാരമ്പര്യം നമുക്കറിയാം, നമ്മുടെ പൊതുനന്മയാണ് ആദ്യത്തെ ലക്ഷ്യം, ഏഴയുടെ ഐക്യത്തിലാണ് വ്യക്തിപരമായ മോചനം. അപ്പോൾ അതിൻ്റെ അടുത്ത വലിയ ഭീഷണി ആയിരുന്നു അനിയന്ത്രിതവും കാലോചിതവുമല്ലാത്ത സാങ്കല്പിക സുഖാനുഭൂതികൾ. ഒരു നന്നായി അറിയാവുന്ന കെണി. നമ്മുടെ കൂട്ടായ്മയിലെ അംഗത്വത്തിൽ പകുതിയിൽ കൂടുതൽ പേരുടെ കാര്യത്തിലും കുടുംബ ബന്ധങ്ങൾ വികൃതമാക്കപ്പെട്ടിരുന്നു. മദ്യപാനം മദ്യാസക്തനായ ഭർത്താവിനെ മാറ്റിക്കളഞ്ഞിരുന്നു. കുടുംബത്തിലെ ഒരു വികൃതിയായ ആൺകുഞ്ഞിനെ പോലെ അവൻ മാറിപ്പോയി. മാത്രമല്ല, അവൻ്റെ ഭാര്യയോ അവനെ സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ അവൻ്റെ സ്നേഹം തനിക്ക് മാത്രമേ ആകാവൂ എന്ന രീതിയിലുള്ള ഒരു അമ്മയെ പോലെയും. പിന്തുടർന്ന ഈ വ്യക്തി മാറ്റത്തിൽ ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ ഭർത്താവിന് ചില സമയങ്ങളിൽ വിസ്മയവാഹമായ കാഴ്ചപ്പാട് ലഭിക്കുന്നു. മദ്യാസക്തരായ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാർ ഒരുപാട് കാലം മുമ്പേ അവരെ എറിഞ്ഞു കളഞ്ഞു എന്ന് അവർക്ക് മനസ്സിലാകുന്നു. അല്ലെങ്കിൽ അങ്ങനെ അവർ ഒരു ആവിർഭാവത്തെ ഇത്തരം സാഹചര്യങ്ങൾ ചുറ്റുമായി നമ്മൾ സാക്ഷികളാകുന്നു. അങ്ങുമിങ്ങുമായി ആവിർഭവിക്കുന്ന ചില പൊട്ടിത്തെറികൾക്കാണ് പിന്നീട് നമ്മൾ കണ്ടത്. വ്യക്തികൾ അക്രമപരമായ എതിർകക്ഷികളായി മാറുന്നു. മുഴുവൻ ഗ്രൂപ്പുകളും പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നു. മാത്രമല്ല, ഒരുപാട് അംഗങ്ങൾ മദ്യത്തിലേക്ക് തിരിയുന്നു. അവിടെ കല്ലെറിയുന്നത് പോലെ ചിലരുണ്ടായിരുന്നു. ഞങ്ങൾ നടുങ്ങി വിറച്ചു നിന്നു. യയുടെ ലോകപ്രീതിക്ക് മേലും പിന്നെ അതിൻ്റെ അതിജീവനത്തിന് മേലും. പക്ഷേ അവസാനം ഞങ്ങൾ ഉണർന്നു. ആ സത്യത്തിന് മേൽ, അതായത് ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ലിംഗഭേദ വൈഷമ്യങ്ങൾ ഉണ്ടായില്ല. മറ്റ് സമൂഹങ്ങളിലുള്ളതിനേക്കാൾ വളരെ കുറവ് മാത്രമേ നമുക്ക് ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങൾ കണ്ടെത്തി. അതായത് സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് തന്നെ ശരിയാക്കാവുന്നതും അവയെ ക്ഷമയോടെയും ദയാപരമായും പരിചരിക്കുകയാണെങ്കിൽ സുഖപ്പെടുത്താവുന്നതാണെന്നാണ്. പാപം ചെയ്യുന്നവരും പിന്നെ സ്വയം ശരിയല്ലെന്ന ചിന്താഗതിക്കാരും ഒടുവിൽ അവരുടെ ഭീതിതമായ ദിവസങ്ങളിൽ നേർരേഖയിലേക്കും പിന്നെ നേരാവണ്ണവും സഞ്ചരിച്ചു തുടങ്ങി. കാര്യങ്ങൾ മനസ്സിലാക്കി.
അലനോൺ കുടുംബ കൂട്ടായ്മകൾ പ്രത്യക്ഷപ്പെടുകയും മാത്രമല്ല എക്കാരുടെ കുടുംബ ബന്ധങ്ങളിൽ അത്ഭുതങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഇത്തരം അനുഭവങ്ങൾ എല്ലാം നിഗൂഢമായ ഒരു നല്ല അവസാനത്തിലേക്ക് വന്നു ചേർന്നു. എക്കാരിലെ വിവാഹമോചനത്തിന്റെ ഇന്നത്തെ തോത് ലോകത്തിൽ വച്ച് തന്നെ ഏറ്റവും കുറവാണ്. അത് അതായത് ആ വ്യക്തിബന്ധങ്ങളിൽ ലിംഗഭേദങ്ങൾക്ക് തുച്ഛമായി മാത്രമേ നമുക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കൂ എന്ന് മാത്രമല്ല നമ്മുടെ ഭയങ്ങൾ ഈ മേഖലയിൽ മാറിപ്പോവുകയും ചെയ്തു. But like other societies, we soon found that there were forces among us that could threaten us in ways that alcohol and sex could not. These were the desires for power, for domination, for glory, and for money. They were all the more dangerous because they were invariable, powered by self-rightness, self-justification, and the destructive power of anger, usually masquerading as righteous indignation. പക്ഷെ മറ്റുള്ള സമൂഹങ്ങളിലുള്ളതുപോലെ തന്നെ ഞങ്ങളും താമസിയാതെ ഞങ്ങൾക്കുള്ള ചില ശക്തികൾക്കോ അവയ്ക്കോ ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ ആവുന്നത്, അതായത് മദ്യത്തിനും പിന്നെ അധികാരമോഹങ്ങൾക്കും സ്വേച്ഛാധിപത്യത്തിനും കീർത്തിക്ക് അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടിയുള്ളതും പിന്നെ പണത്തിനായിട്ടുള്ള കൂടുതൽ അംഗീകാരത്തിനായിട്ടുള്ള അങ്ങനെ കൂടുതൽ അപകടകാരികളായ പലതിലും ഞങ്ങൾ വശംവദരായി. സ്വയം ഭാവം എന്നുള്ള ഭാവത്തിൽ സ്വയം നീതീകരിക്കുക മാത്രമല്ല നാശോന്മുഖ ശക്തിയായ കോപം, പൊതുവായ കപടവേഷം കെട്ടുന്ന നിയമാനുസരിയായ ധാർമ്മിക രോഷം വരുത്തി. പ്രൈഡ് ആൻഡ് ഫിയർ ആൻഡ് ആങ്കർ, അതായത് അഹങ്കാരവും ഭയവും പിന്നെ കോപവും, ആർ ദ പ്രൈം എനിമീസ് ഓഫ് അവർ കോമൺ വെൽഫെയർ. ഇവയാണ് നമ്മുടെ മുഖ്യ ശത്രുക്കൾ. ട്രൂ ബ്രദർഹുഡ്, ഹാർമണി ആൻഡ് ലവ്, ഫോർട്ടിഫൈഡ് ബൈ ക്ലിയർ ഇൻസൈറ്റ്സ് ആൻഡ് റൈറ്റ് പ്രാക്ടീസ് ആർ ദ ഒൺലി ആൻസേഴ്സ്. സത്യസന്ധമായ സാഹോദര്യവും സ്വരച്ചേർച്ചയും സ്നേഹവും ശുദ്ധമായ ഉൾക്കാഴ്ചകളെയും പിന്നെ ശരിയായ പരിശീലനങ്ങളെയും കോട്ടകെട്ടി ഉറപ്പിക്കുക എന്നതാണ് ഒരേ ഒരു ഉത്തരം. ആൻഡ് ദ പർപ്പസ് ഓഫ് AS ട്രഡീഷൻ പ്രിൻസിപ്പിൾസ് ഈസ് ടു ബ്രിങ് ദിസ് ഫോഴ്സ് ടു ദ ടോപ്പ് ആൻഡ് കീപ് ദം ദെയർ. എയുടെ പരമ്പരാഗത തത്വസംഹിതകളുടെ ഉദ്ദേശവും ഈ ശക്തികളെ മുകളിലേക്ക് കൊണ്ടുവരികയും പിന്നെ അവയെ അവിടെ നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒൺലി ദെൻ ക്യാൻ അവർ കോമൺ വെൽഫെയർ ബി സെർവ്ഡ്. അങ്ങനെ ചെയ്താൽ മാത്രമേ, അതിനുശേഷം മാത്രമേ നമ്മുടെ പൊതുനന്മയ്ക്ക് നമുക്ക് ജോലി ചെയ്യാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ വേല ചെയ്യുകയുള്ളൂ. ഒൺലി ദെൻ ക്യാൻ AS യൂണിറ്റി ബിക്കം പെർമനന്റ്. അങ്ങനെ ചെയ്താൽ മാത്രമേ AL ഐക്യം സുദൃഢമാവുകയും ചെയ്യുകയുള്ളൂ. അതായത് അഹങ്കാരവും ഭയവും പിന്നെ കോപവും ഇവയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സ്വരച്ചേർച്ചയും സ്നേഹവും ശുദ്ധമായ ഉൾക്കാഴ്ചകളെയും സഹോദര ബന്ധങ്ങളും ബ്രദർലിഹുഡ് കീപ്പ് ചെയ്താൽ മാത്രമേ ഐക്യം സാധ്യമാകുള്ളൂ. ഇനി അടുത്ത ഭാഗം പറയുന്നത് രണ്ടാം പാരമ്പര്യത്തെ കുറിച്ചാണ്. നൗ ലെറ്റ് us think about tradition 2. ഇനി നമുക്ക് രണ്ടാം പാരമ്പര്യത്തെ കുറിച്ച് ചിന്തിക്കാം. For our group purpose there is but one ultimate authority, a loving God as he may express himself to. In our group conscious, our leaders are but trusted servants, they do not govern. നമ്മുടെ ഗ്രൂപ്പിന്റെ നടപടികൾക്ക് ഒരേ ഒരു പരമാധികാരിയേ ഉള്ളൂ, ഗ്രൂപ്പിന്റെ മനസാക്ഷിയിൽ കൂടി സ്വയം വെളിപ്പെടുത്തുന്ന സ്നേഹനീതിയായ ഈശ്വരൻ. നമ്മുടെ നേതാക്കന്മാർ പക്ഷെ വിശ്വസ്ത സേവകരാണ്, അവർ ഒരിക്കലും ഭരിക്കുന്നില്ല. നമ്മളെ ഏകക്കാർ കഠിനമായ മാർഗത്തിലൂടെ അവർ ഒരിക്കലും ഭരിക്കുന്നില്ല. ഓക്കെ, We AS have learned this principle the hard way. നമ്മൾ ഏക്കാർ നമ്മുടെ നേതാക്കന്മാർ കഠിനമായ മാർഗത്തിലൂടെ ഈ തത്വസംഹിതയെ മനസ്സിലാക്കിയെടുത്തു. Few obstacles have been tougher to remove than those which blocked the way to realize that the AA group conscience can be the only ultimate authority in our affairs. അപ്പോൾ ചില തടസ്സങ്ങൾ മാറ്റിയെടുക്കുക എന്നത് കഠിനമായിരുന്നു. അവയെ തടസ്സമായി, അതായത് നമ്മുടെ മാർഗത്തിൽ തടസ്സമായി നിന്നിരുന്നവ. നമ്മുടെ ഈ സാക്ഷാത്കാരത്തിന്റെ വഴിയിൽ എയുടെ ഗ്രൂപ്പ് മനസാക്ഷിക്ക് മാത്രമേ ആ തടസ്സങ്ങളെ മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഒന്ന്, അവസാന അധികാരിയാകുവാൻ, നമ്മുടെ വ്യവഹാരങ്ങളിൽ അവസാന അധികാരിയാകുവാൻ ഗ്രൂപ്പ് മനസാക്ഷിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. I expect that many and all timers still does not believe this proposition. ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മളിൽ പല പഴമക്കാരും ഇപ്പോഴും ഇതിൽ വിശ്വസിക്കുന്നില്ല, പ്രത്യേകിച്ച് ഈ വിശ്വാസ പ്രമാണത്തിൽ. He feels that he is older and more experienced than recent generations of AAs.
and that it was his guidance and leadership that brought them into the new life. അങ്ങനെ പഴമക്കാരായ അവന് തോന്നുന്നത് എന്തെന്നാൽ അവൻ പഴമക്കാരനും കൂടുതൽ അനുഭവ സമ്പത്തുള്ളവനും ആണ്. ഇപ്പോഴുള്ള പുതുതലമുറയിലെ ഏയക്കാരനേക്കാൾ അവന് കൂടുതൽ അനുഭവങ്ങളുണ്ട്. മാത്രമല്ല, അവരെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് അവന്റെ മാർഗദർശനവും നേതൃത്വവും കൊണ്ട് തന്നെയായിരുന്നു എന്നാണ് അവൻ ചിന്തിക്കുന്നത്. We older chairs often construed our longer experience as a sort of vested right, even an ultimate license to run indefinitely. Whenever we got sick, tired, or old, we naturally thought ourselves entitled to handpick our own successors who could know better than we. അപ്പോ ഞങ്ങൾ പഴമക്കാർ ഇപ്പോഴും വ്യാഖ്യാനിക്കുന്നത് ഞങ്ങളുടെ ദീർഘകാല അനുഭവങ്ങളാണ് നിക്ഷിപ്തമായ ശരിയെന്ന രൂപേണ അല്ലെങ്കിൽ ഒരു പരിധിയില്ലാത്ത ലൈസൻസ് പോലെയാണ് അവർക്ക് എയിൽ നിൽക്കുവാൻ, ദീർഘകാലങ്ങളോളം എയിൽ നിൽക്കുവാൻ. അതെല്ലാം നമ്മുടെ വ്യാഖ്യാനങ്ങൾ വേണമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. എപ്പോഴെല്ലാം നമ്മൾ രോഗികളും ക്ഷീണിതരും വൃദ്ധരുമാകുമ്പോൾ ഞങ്ങൾ സ്വാഭാവികമായി ചിന്തിച്ചു, ഞങ്ങളെക്കുറിച്ച് പിൻഗാമികളുടെ കരം പിടിച്ചുയർത്തുവാൻ നിയമിതരായവരെ പോലെ ആണ് ഞങ്ങളെക്കാൾ നന്നായി ആർക്കറിയാം എന്നതുപോലെ ഞങ്ങൾ പെരുമാറി. whenever we get sick, tired or old, അതായത് നമ്മൾ വൃദ്ധരാവുകയോ അസുഖക്കാരാവുകയോ ക്ഷീണിതരാവുകയോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നാച്ചുറലി പുതിയ ആളുകളെ എങ്ങനെയാണ് സാധാരണ മട്ടിൽ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത്? ഞങ്ങളെക്കാൾ നന്നായി അറിയാവുന്നത് ആരുണ്ട് എന്നുള്ള തോന്നലിലേക്ക് പഴമക്കാരെത്തി. ബട്ട് വിത്ത് ദ പാസേജ് ഓഫ് ടൈം മോസ്റ്റ് ഓഫ് us came up against some hard facts of AI life. പക്ഷെ കാലത്തിന്റെ കടന്നുപോക്കിൽ ഞങ്ങളിൽ മിക്കവാർക്കും ചില കഠിനമായ AI ജീവിത സത്യങ്ങൾ കുറുകെ ഉയർന്നു വന്നു, അല്ലെങ്കിൽ പഠിക്കേണ്ടി വന്നു ജീവിതത്തിൽ. We ruefully discovered that the groups, no matter how much they liked and respected us, simply did not want us to be the self-appointed managers of their service and policy affairs forever. അതായത് ഞങ്ങൾ സൗമനസ്യത്തോടും ഖേദത്തോടും കൂടി ഒരു കാര്യം കണ്ടെത്തി. അതായത് ഗ്രൂപ്പുകൾ അവ എത്രമാത്രം നമ്മളെ ഇഷ്ടപ്പെടുന്നുവോ അല്ലെങ്കിൽ ബഹുമാനിക്കുന്നുവോ എന്നതല്ല കാര്യം. അവർക്ക് ഞങ്ങൾ ഇനിമേൽ ആവശ്യമില്ലായിരുന്നു. സ്വയം നിയമിതരായ മാനേജർമാരാകാൻ അല്ലെങ്കിൽ കാര്യസ്ഥന്മാരെ പോലെ, സ്വയം നിയമിതരായ മാനേജരെ പോലെ അല്ലെങ്കിൽ കാര്യസ്ഥന്മാരെ പോലെ അവരുടെ സേവനങ്ങളുടെയും നയോപയങ്ങളുടെയും കാര്യത്തിൽ ഇനി ഒരു കാലത്തും നമ്മളെ ആവശ്യമില്ല. മാത്രമല്ല, അവർ നമ്മളെ ഏറ്റെടുത്തതുമില്ല. അവരുടെ പൂർവികന്മാർ എന്ന പോലെ അവർക്ക് വേണ്ടി ജോലി ചെയ്യുവാൻ അവർ തയ്യാറായില്ല. അവർക്ക് ആവശ്യം അവരുടെ സേവന കമ്മിറ്റികളെ നാമനിർദ്ദേശം ചെയ്യുക എന്നതായിരുന്നു. To be the self-appointed managers of their service and policy affairs forever. Neither would they let us pick our own successors to do the job for them. They wanted to name their own service committees again and again. They showed us that the ultimate authority must speak through the groups. For some of us, this was tough to take. അപ്പോൾ സേവന കമ്മിറ്റികളിലേക്ക് നാമനിർദ്ദേശം ചെയ്യുക എന്നതായിരുന്നു അവർ ചെയ്തത്. അവർ വീണ്ടും നമ്മൾക്ക് കാണിച്ചു തന്നു, അതായത് ഗ്രൂപ്പുകളിലൂടെ സംസാരിക്കേണ്ടത് അതിൻ്റെ പരമപ്രധാനമായ ഭരണാധികാരികളായിരിക്കണം എന്നുള്ളത്. അതായത് ഗ്രൂപ്പിന്റെ മനസാക്ഷി. ഞങ്ങളിൽ ചിലർക്ക് അത് ഉൾക്കൊള്ളുക കഠിനമായിരുന്നു. ബട്ട് വിത്ത് ദ പാസേജ് ഓഫ് ടൈം, for some of us harder still to accept was the now proven fact that the conscience of the group, ഗ്രൂപ്പിന്റെ മനസാക്ഷി എന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ട സത്യം അംഗീകരിക്കുന്നത് കൂടുതൽ കഠിനമായ ഒന്നായിരുന്നു. when properly informed of the facts and issues and principles involved, was often wiser than the leader, self-appointed or not. അപ്പോൾ വസ്തുതകളെക്കുറിച്ച് കൃത്യതയോടെ മുന്നറിയിപ്പ് നൽകിയപ്പോൾ മാത്രമല്ല, വിവാദ വിഷയങ്ങളെക്കുറിച്ചും പിന്നെ തത്വസംഹിതകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനെ കുറിച്ചുമുള്ളതും സ്വയം നിയമിതനോ അല്ലാത്തവനോ ആയ ഏതൊരു നേതാവിനേക്കാളും കൂടുതൽ വിവേകപരമായിരുന്നു ആ കാര്യങ്ങൾ പലപ്പോഴും. We slowly realized that the old-timer frequently was faulty in judgment. ഞങ്ങൾക്ക് സാവധാനം ഒരു കാര്യം ബോധ്യപ്പെടുവാൻ തുടങ്ങി, അതായത് പഴമക്കാർ തുടർച്ചയായി വിധി പ്രസ്താവനകളിൽ തെറ്റുകൾ വരുത്തുന്നവരാണെന്ന്.
Because of his position of assumed authority, he was too often influenced by personal prejudice and interest. Uh, അയാൾ സാവധാനം ബോധ്യപ്പെടാൻ, അതായത് പഴമക്കാർ വിധി പ്രസ്താവനകൾ തെറ്റുകൾ വരുത്തുന്നവരാണ്. തൻ്റെ ഗർവിഷ്ഠമായ അധികാരം എന്ന സ്ഥാനം കാരണമാക്കി അയാൾ പലപ്പോഴും സ്വാധീനിക്കപ്പെടുന്നു. വ്യക്തിപരമായ മുൻവിധികളിലേക്കും പിന്നെ താല്പര്യങ്ങളിലേക്കും അയാളുടെ എല്ലാ അനുഭവങ്ങളോടുകൂടിയും പിന്നെ സൽപ്രവർത്തികളോടുകൂടിയും അവൻ ധരിച്ചിരുന്നത് അവന് തെറ്റ് പറ്റത്തക്കതായി ഒന്നുമില്ലെന്നായിരുന്നു. With all his experience and good works, there was still nothing infallible about him at all. Does this mean that as all-timers our usefulness is over? ഇത് അർത്ഥമാക്കുന്നത് പഴമക്കാരായ ഞങ്ങളുടെ ഉപയുക്തത അവസാനിച്ചു എന്നതാണ്, അല്ലെങ്കിൽ ഉപയോഗം അവസാനിച്ചു എന്ന അതുപോലെയാണോ? No, അല്ല. Once we all-timers have surrendered to the group conscience, we are pleasantly surprised to find that group, when in deep difficulty, will again turn to us for the kind of guidance that only our longer experience can give. ഇത് അർത്ഥമാക്കുന്നത് പഴമക്കാരായ ഞങ്ങളുടെ ഉപയുക്തത അവസാനിച്ചു എന്നപോലെയാണോ? അല്ല. ഒരിക്കൽ ഞങ്ങൾ പഴമക്കാർ അടിയടവ് പറഞ്ഞ് ഗ്രൂപ്പ് മനസാക്ഷിക്ക് മുമ്പിൽ എന്നാലും ഞങ്ങളെ സന്തോഷപൂർവ്വം അത്ഭുതപ്പെടുത്തി. ആ ഗ്രൂപ്പുകൾ ആഴമേറിയ പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുന്നതിൽ അവർ വീണ്ടും ഞങ്ങളിലേക്ക് തിരിഞ്ഞു. മാർഗനിർദ്ദേശങ്ങളുടെ രീതികൾ കണ്ടെത്തുവാൻ ഞങ്ങളുടെ ദീർഘകാല അനുഭവങ്ങൾക്ക് മാത്രം ഉത്തരം നൽകാൻ സാധിക്കുന്നവയായിരുന്നു ആ നിർദ്ദേശങ്ങൾ. I well remember when I had to swallow my first dose of this hard but healthy doctrine. ഞാൻ നന്നായി ഓർമ്മിക്കുന്നു ഈ ആരോഗ്യകരമായ തത്വസംഹിതകളുടെ കഠിനമായ ഒരു ഡോസ് എനിക്ക് തന്നെ ആദ്യമായി വിഴുങ്ങേണ്ടി വന്നതിനെക്കുറിച്ച്. In 1937, the financial going was rough. In 182 Clinton Street, several Alkies were living with us, most of them paying no board. Louise was still in the department store, and her pay was just about all the money we had. Meanwhile, many of the sober members coming to our weekly meetings were back on their feet and earning good money. പേജ് നമ്പർ 100 പറയുന്നത്, അതായത് 1973 സാമ്പത്തികമായി ഞാൻ ഞെരുക്കത്തിലായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ 182 ക്ലിന്റൺ സ്ട്രീറ്റ് വസതിയിൽ ഒരുപാട് മദ്യാസക്തർ ഞങ്ങളോടൊപ്പം താമസിച്ചിരുന്നു. ഒട്ടുമിക്കാലും ഭക്ഷണത്തിന് പോലും പണം നൽകാതെ ആണ് ഞങ്ങളോടൊപ്പം താമസിച്ചിരുന്നത്. ലൂയിസ് അപ്പോഴും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ ജോലി ചെയ്യുകയും അവരുടെ ശമ്പളമായിരുന്നു ഞങ്ങൾക്ക് ആകെയുള്ള പണം. അതേസമയം പല സുബോധവാന്മാരായി തീർന്ന അംഗങ്ങളും അവരുടെ ആഴ്ചയിൽ ഒരിക്കൽ ഉള്ള മീറ്റിങ്ങുകളിൽ സംബന്ധിച്ചിരുന്നവർ എല്ലാവരും തന്നെ അവരവരുടെ കാലുകളിൽ നിൽക്കുന്നവരും നല്ല വരുമാനം ഉണ്ടാക്കുന്നവരുമായി മാറിയിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് സോബറായവർ അവരുടെ കാലിൽ നിൽക്കുകയും നല്ല വരുമാനം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴും ലൂയിസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ പോയി കിട്ടുന്ന പണം കൊണ്ടാണ് തൻ്റെ വീട്ടിലുള്ളവരെ ഭക്ഷണത്തിനൊക്കെ ആയിട്ട് ബിൽഡബ്ല്യു സഹായിച്ചിരുന്നതെന്നാണ് അവിടെ പറയുന്നത്. പേജ് നമ്പർ 100 രണ്ടാമത്തെ പാരഗ്രാഫ്. One day at Charlie Town's hospital, Charlie beckoned me into his office for one of his Dutch uncle talks. ഒരു ദിവസം ചാർലി ടൗൺസ് ആശുപത്രിയിലെ ഡയറക്ടറായ ചാർലി എന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. തൻ്റെതായ ഒരുതരം ഡച്ച് അങ്കിൾ സംസാരത്തിനായി, അല്ലെങ്കിൽ ഡച്ചുകാരായ അങ്കിൾമാർ സംസാരിക്കുന്നത് പോലെ അയാൾ എന്നെ വിളിച്ചു. അയാൾ പറഞ്ഞു, ലുക്ക് ഹിയർ ബിൽ, ഇവിടെ ശ്രദ്ധിക്കൂ ബിൽ. ഐ ഹാവ് ഗോട്ട് എ hunch that this AA business of yours is someday going to fill Madison Square Garden. ഇവിടെ ശ്രദ്ധിക്കൂ ബിൽ. അയാൾ പറഞ്ഞു, എനിക്കൊരു ബോധോദയം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ നിങ്ങളുടെ ഈ AA വ്യവഹാരമുണ്ടല്ലോ, AA ബിസിനസ്, ഒരു നാൾ മാഡിസൺ ഗാർഡൻ സ്ക്വയർ മുഴുവനും ജനങ്ങളെ കൊണ്ട് നിറയുമെന്ന് എനിക്കറിയാം. Now I am not a religion man, and you must know that I was mightily skeptical of this business when it first came in here. ഞാനൊരു മതപരമായ മനുഷ്യനല്ല. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, അതായത് ഞാൻ വളരെയധികം സംശയദൃക്കായിരുന്നു നിങ്ങളുടെ ഈ ബിസിനസ്സിൽ ആദ്യം ഇവിടെ വന്നു ചേർന്നപ്പോൾ. സിൽക്ക് വർത്ത് ശരിക്കും എന്നെ ഭയപ്പെടുത്തിയിരുന്നു. സിൽക്ക് വർത്ത് റിയലി സ്കേർഡ് മീ ബൈ ഹിസ് കോപ്പറേഷൻ വിത്ത് യു. നിങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ട്
എനിക്കും ഭയമായിരുന്നു. സിൽക്ക് ഡോക്ടർ സിൽക്ക് നിങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ട് എന്നെയും ഭയപ്പെടുത്തി. ബട്ട് ദാറ്റ് ഈസ് ഓൾ ചേഞ്ച്ഡ്. പക്ഷേ അതെല്ലാം മാറ്റപ്പെട്ടു. നൗ ഐ ബിലീവ് ഇൻ യു പീപ്പിൾ. ഞാനിപ്പോൾ നിങ്ങളിൽ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അതെല്ലാം മാറ്റപ്പെട്ടു. എനിക്കിപ്പോൾ നിങ്ങളിൽ വിശ്വാസമുണ്ട്. യുവർ മെത്തേഡ്സ് ആർ ഗോയിങ് ടു വർക്ക്. നിങ്ങളുടെ ഉപാധികൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ഉപാധികൾ എല്ലാം വർക്ക് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നുണ്ട്. ആൻഡ് ഹി സെഡ്, പിന്നീട് അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം തുടർന്ന് പറഞ്ഞു, ലുക്ക് ബിൽ, ഡോണ്ട് യു സീ യു ആർ ഗെറ്റിംഗ് ഇൻ ദ ബാഡ് എൻഡ് ഓഫ് ദിസ് ഡീൽ. നീ നോക്കു ബിൽ, താങ്കൾ കാണുന്നില്ലേ ഈ ഇടപാടിൽ നിന്ന് നിങ്ങൾക്ക് അവസാനം ലഭിക്കുന്നത് ഒന്നും ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്നു. യു ആർ സ്റ്റാർവിങ് ടു ഡെത്ത് ആൻഡ് യുവർ വൈഫ് ഈസ് വർക്കിംഗ് അറ്റ് ദ സ്റ്റോർ. നിങ്ങളുടെ ഭാര്യ ഇപ്പോഴും ആ സ്റ്റോറിൽ ജോലി ചെയ്യുന്നു. ഓൾ അറൗണ്ട് യു ദിസ് ഡ്രാങ്ക്സ് ആർ ഗെറ്റിംഗ് വെൽ ആൻഡ് മേക്കിംഗ് മണി. നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന മദ്യപാനികൾ എല്ലാവരും നന്നാവുകയും പിന്നെ അവർ പണം സമ്പാദിക്കുകയും ചെയ്യുന്നു. ബട്ട് യു ആർ ഗിവിംഗ് ദിസ് വർക്ക് ഫുൾ ടൈം. പക്ഷേ നീ മുഴുവൻ സമയവും ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. ആൻഡ് സ്റ്റിൽ യു ആർ ബ്രോക്ക്. ഇറ്റ്സ് അൺഫെയർ. അപ്പോൾ നീ ഇപ്പോഴും തകർന്നു തന്നെ നിൽക്കുകയാണ്. അതൊരു നീതിയുക്തമായ കാര്യമല്ല. ചാർലി ഫിഷ്ഡ് ഇൻ ഹിസ് ഡെസ്ക് ആൻഡ് കെയിം അപ്പ് വിത്ത് ആൻ ഓൾഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ചാർലി മേശപ്പുറത്ത് പരതി സാമ്പത്തിക ഇടപാടുകളുടെ പഴയ കടലാസുകൾ എടുത്തു. ഹാൻഡിങ് ഇറ്റ് ടു മീ, എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഹി കണ്ടിന്യൂഡ്, അയാൾ തുടർന്നു, ദിസ് ഷോസ് ദ കൈൻഡ് ഓഫ് മണി ദിസ് ഹോസ്പിറ്റൽ യൂസ്ഡ് ടു മേക്ക് ബാക്ക് ഇൻ ദ 1930s. 1930കളിൽ ഈ ആശുപത്രിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞിരുന്ന പണത്തിൻ്റെ കണക്കാണ് ഇത് കാണിക്കുന്നത്. തൗസൻഡ്സ് ഓഫ് ഡോളേഴ്സ് എ മന്ത്. ആയിരക്കണക്കിന് ഡോളറുകളാണ് ഒരു മാസം ഈ ആശുപത്രിയുടെ വരുമാനം. ഇറ്റ് ഷുഡ് ബി ഡൂയിങ് ജസ്റ്റ് ആസ് വെൽ നൗ. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഭംഗിയായ വരുമാനം ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഇറ്റ് വുഡ്, അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. ഈ ഫൊള്ളി യു ഹാഡ് ഹെൽപ്പ് ഇറ്റ്. പക്ഷെ നിങ്ങൾ എന്നെ സഹായിക്കുകയാണെങ്കിൽ, സോ വൈ ഡോണ്ട് യു മൂവ് യുവർ വർക്ക് ഇൻ ഹിയർ. എന്തുകൊണ്ട് എൻ്റെ കൂടെ അല്ലെങ്കിൽ ഇവിടേക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മാറ്റിക്കൂടാ? ഐ വിൽ ഗീവ് യു ആൻ ഓഫീസ്. ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫീസ് തരാം. എ ഡീസൻറ്റ് ഡ്രോയിങ് അക്കൗണ്ട്, ഒരു നല്ല ശമ്പളവും തരാം. ആൻഡ് എ വെരി ഹെൽത്തി സ്ലൈസ് ഓഫ് ദ പ്രോഫിറ്റ്, നല്ല ലാഭത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു പങ്കും നൽകാം. വാട്ട് ഐ പ്രൊപ്പോസ് ഈസ് പെർഫെക്റ്റ്ലി എത്തിക്കൽ. ഞാൻ നിർദ്ദേശിക്കുന്നത് പൂർണ്ണമായും ധാർമ്മികമാണ്. യു ക്യാൻ ബിക്കം എ ലേ തെറാപ്പിസ്റ്റ്. അതായത് നിനക്കൊരു അനൗപചാരിക തെറാപ്പിസ്റ്റായി മാറുവാൻ കഴിയും. ആൻഡ് മോർ സക്സസ്ഫുൾ ദാൻ എനിബഡി ഇൻ ദ ബിസിനസ്. ആ ബിസിനസ്സിലാകട്ടെ മറ്റൊരാളെക്കാളും നിനക്ക് വിജയിക്കാനും കഴിയും. ഐ വാസ് ബൗൾഡ് ഓവർ. ഞാൻ വീഴ്ത്തപ്പെട്ടു. ദർ വെയർ എ ഫ്യൂ തിങ്സ് ഓഫ് കോൺഷ്യൻസ് അൺടിൽ ഐ സോ ഹൗ റിയലി എത്തിക്കൽ ചാർലീസ് പ്രൊപ്പോസൽ വാസ്. ചാർലിയുടെ നിർദ്ദേശം എത്രത്തോളം ധാർമ്മികമാണെന്ന് മനസ്സിലാക്കുന്നതുവരെ ഒരു അനൗപചാരിക തെറാപ്പിസ്റ്റായി മാറുന്നതിൽ ഒരു തെറ്റുമില്ല. ദർ വാസ് നത്തിങ് റോങ് വാട്ട് എവർ വിത്ത് ബിക്കമിങ് എ ലേ തെറാപ്പിസ്റ്റ്. ഒരു അനൗപചാരിക തെറാപ്പിസ്റ്റായി മാറുന്നതിൽ ഒരു തെറ്റുമില്ല. ദർ വാസ് നത്തിങ് റോങ് വാട്ട് എവർ വിത്ത് ബിക്കമിങ് എ ലേ തെറാപ്പിസ്റ്റ്. ഐ തോട്ട് ഓഫ് ലൂയിസ് കമ്മിങ് ഹോം ആസ് ഹോസ്റ്റഡ് ഫ്രം ദ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഈച്ച് ഡേ. ഞാൻ ആഹാരത്തിന് കാശ് കൊടുക്കാത്ത ഒരു പറ്റം മദ്യപാനികൾക്ക് അത്താഴം പാകം ചെയ്യുന്നതിന് മാത്രം ദിവസവും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ നിന്നും ക്ഷീണിച്ച് വീട്ടിലെത്തുന്ന ലൂയിസിനെ പറ്റി ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു. ഐ തോട്ട് ഓഫ് ലൂയിസ് കമ്മിങ് ഹോം as hosted from the department store each day, only to cook a supper for a house full of drunks who were not paying board. അവിടെ താമസിക്കുന്നതിന് ഒരു പണവും കൊടുക്കാത്ത അല്ലെങ്കിൽ കാശും തരാത്ത ഒരു പറ്റം മദ്യപാനികൾക്ക് അത്താഴം പാകം ചെയ്യുന്നതിന് മാത്രം പൈസ സമ്പാദിക്കാനായി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ പോയി ക്ഷീണിച്ചു വരുന്ന ലൂയിസിനെ പറ്റി ഞാൻ ചിന്തിച്ചു. ഐ തോട്ട് ഓഫ് ദ ലാർജ് സം ഓഫ് മണി ഐ സ്റ്റിൽ ഓഡ് മൈ വാൾ സ്ട്രീറ്റ് ക്രെഡിറ്റേഴ്സ്. അതുമാത്രമല്ല, ഞാൻ കൊടുത്തു തീർക്കാനുള്ള അല്ലെങ്കിൽ എൻ്റെ വാൾ സ്ട്രീറ്റിലെ എൻ്റെ നിക്ഷേപകർക്ക് കൊടുത്തു തീർക്കാനുള്ള ഒരു വലിയ കടത്തെക്കുറിച്ചുള്ള തുകയെക്കുറിച്ചും ഞാൻ ചിന്തിച്ചു. ഐ തോട്ട് ഓഫ് സം ഓഫ് മൈ ആൽക്കോളിക് ഫ്രണ്ട്സ് ഹൂ വെയർ മേക്കിംഗ് ആസ് മച്ച് മണി ആസ് ദേ വെയർ ഡിഡ്. എൻ്റെ ചില മദ്യപാനികളായിട്ടുള്ള ഇവിടെ വന്ന സുബോധാവസ്ഥയിലെത്തിയ സുഹൃത്തുക്കളെ പറ്റി ഞാൻ ചിന്തിച്ചു. അവർ ധാരാളം സമ്പാദിക്കുന്നുണ്ട്. മണി ആസ് ദേ എവർ ഡേ. മുൻകാലത്തേക്കാൾ കൂടുതലായി അവർ പണം സമ്പാദിക്കുന്നുണ്ട്. വൈ ഷുഡ് ഐ ഡു ആസ് വെൽ ആസ് ദേ. എനിക്കെന്തുകൊണ്ട് അവരെ പോലെ എനിക്കെന്തുകൊണ്ട് ചെയ്തുകൂടാം?
Although I asked Charlie for a little time to consider it. ഇത് പരിഗണിക്കുന്നതിന് അല്പ സാവകാശം ഞാൻ ചാർലിയോട് ആവശ്യപ്പെട്ടു. മൈ ഓൺ മൈൻഡ് വാസ് അബൌട്ട് മേഡപ്പ്. എങ്കിൽ പോലും ഞാൻ ചാർലിയോട് സമയം ആവശ്യപ്പെട്ടു എങ്കിലും എൻ്റെ മനസ്സ് ഏകദേശം തീരുമാനത്തിലെത്തിയിരുന്നു. ഗോയിങ് ബാക്ക് ടു ബ്രുക്ലിൻ ഓൺ ദ സബ്വേ. ബ്രുക്ലിനിലേക്ക് ഞാൻ സബ്വേയുടെ ട്രെയിനിൽ തിരിച്ചു പോകവേ ഐ ഹാഡ് എ ഫ്ലാഷ് ഓഫ് സീയിങ് ഡിവൈൻ ഗൈഡൻസ്. ദൈവികമായ ഒരു മാർഗനിർദ്ദേശത്തിൻ്റെ ഒരു മിന്നലാട്ടം എനിക്കുണ്ടായി. ഇറ്റ് വാസ് ഓൺലി എ സിംഗിൾ സെൻറ്റൻസ്. ഇതൊരു വെറും ഒരു വാചകം മാത്രമായിരുന്നു. ബട്ട് ഇറ്റ് വാസ് മോസ്റ്റ് കൺവീൻസിങ്. പക്ഷേ ഇത് ബോധ്യപ്പെടുത്താൻ പോകുന്നതായിരുന്നു. ഇൻ ഫാക്ട് ഇറ്റ് കെയിം റൈറ്റ് ഔട്ട് ഓഫ് ദ ബൈബിൾ. എന്നിരുന്നാലും ഇത് ബൈബിളിൽ നിന്നും നേരിട്ട് വന്നതായിരുന്നു. എ വോയിസ്, ഒരു ശബ്ദം, കെപ്റ്റ് സെയിങ് ടു മീ, അതെന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, ദ ലേബറർ ഈസ് വർത്തി ഓഫ് ഹിസ് ഹയർ. ജോലിക്കാരൻ തൻ്റെ കൂലി അർഹിക്കുന്നു. അറ്റ് ഹോം ഐ ഫൗണ്ട് ലൂയിസ് കുക്കിംഗ് ആസ് യൂഷ്വൽ. വീട്ടിലെത്തിയപ്പോൾ പതിവ് പോലെ ലൂയിസ് ഞങ്ങൾക്കായി പാചകം ചെയ്യുകയാണ്. വൈൽ 3 ഡ്രങ്ക്സ് ലുക്ക്ഡ് ഹംഗ്രിലി ഓൺ ഫ്രം ദ കിച്ചൺ ഡോർ. അപ്പോൾ ഞങ്ങൾ താമസിപ്പിച്ച മദ്യപാനികളിൽ 3 പേര് അടുക്കള വാതിക്കൽ വിശപ്പോടെ ആ ഭക്ഷണത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. I drew her aside and told her the glorious news. ഞാൻ അവളെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തിയിട്ട് ആ മഹത്തായ വാർത്ത പറഞ്ഞു. She looked interested, but not as excited as I thought she should be. അവൾക്ക് താല്പര്യമുള്ളതുപോലെ കാണപ്പെട്ടു, പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച അത്രയും ആവേശഭരിതയായില്ല. It was meeting night. അന്ന് രാത്രി മീറ്റിംഗ് ഉള്ള രാത്രിയായിരുന്നു. Although a few of the alcoholics we boarded seemed to get sober. ഞങ്ങൾ താമസിപ്പിച്ച മദ്യപാനികളിൽ ആരും തന്നെ സുബോധം നേടുന്നതായി തോന്നിച്ചില്ലെങ്കിലും മറ്റ് ചില ആളുകൾ അതിനകം തന്നെ സുബോധം നേടിയിരുന്നു. സം അതർ ഹാഡ്, ചിലർ സുബോധം നേടിക്കഴിഞ്ഞിരുന്നു. വിത്ത് ദെയർ വൈഫ്സ് ദേ ക്രൗഡഡ് ഇൻ ടു അവർ ഡൗൺ സ്റ്റേഴ്സ് പാർലർ. അവർ ഞങ്ങളുടെ വീടിൻ്റെ താഴത്തെ ഭാഗത്തെ സ്വീകരണ മുറിയിൽ അവരുടെ ഭാര്യമാരോടൊപ്പം തന്നെ ഒരുമിച്ചുകൂടി. അറ്റ് വൺസ് ഐ ബേൺസ് ഇൻ ടു ദ സ്റ്റോറി ഓഫ് മൈ ഓപ്പർച്യൂണിറ്റി. ഉടൻ തന്നെ എനിക്ക് ലഭിച്ച അവസരത്തിൻ്റെ കഥ ഞാൻ പറഞ്ഞു തുടങ്ങി. ഐ നെവർ ഷാൽ ഫോർഗോട്ട് ദെയർ ഇംപ്രസീവ് ഫേസ് ആൻഡ് ദ സ്റ്റഡി ഗൈസസ് ദേ ഫോക്കസ്ഡ് ഓൺ മീ. വികാരശൂന്യമായ അവരുടെ മുഖങ്ങളും എൻ്റെ നേർക്കുള്ള അവരുടെ ഉറച്ച നോട്ടവും ഞാൻ ഒരിക്കലും മറക്കില്ല. വിത്ത് വാണിംഗ് enthusiasm their story trailed off to the end. There was a long silence. അങ്ങനെ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഉത്സാഹത്തോടെ എൻ്റെ കഥ ക്രമേണ അവസാനത്തിലേക്ക് എത്തി. ദീർഘമായ ഒരു നിശബ്ദത അവിടെ ശേഷിച്ചു. ഓൾമോസ്റ്റ് ടൈമിഡ്ലി വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ബിഗാൻ ടു സ്പീക്ക്. മിക്കവാറും ഭയന്നുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾ സംസാരിക്കാൻ ആരംഭിച്ചു. വി നോ ഹൗ ഹാർഡ് അപ്പ് യുവർ ബിൽ. ഞങ്ങൾക്കറിയാം നിങ്ങൾ എത്രമാത്രം സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെന്ന്. ഹി സെഡ്, അവൻ പറഞ്ഞു, ഇറ്റ് ബോദേഴ്സ് അസ് എ ലോട്ട്. ഞങ്ങൾക്കും അത് വല്ലാതെ വേവലാതിപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. വി ഹാവ് ഓഫൺ വണ്ടേർഡ് വാട്ട് വി മൈറ്റ് ഡു അബൌട്ട് ഇറ്റ്. ഞങ്ങൾ പലപ്പോഴും അതിനെക്കുറിച്ച് എന്താണ് ചെയ്യാൻ കഴിയാവുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുമുണ്ട്. പക്ഷേ ഐ തിങ്ക് ഐ സ്പീക്ക് ഫോർ എവരി വൺ ഹിയർ. ഞാനിവിടെ നിങ്ങളോടിപ്പോൾ പറയുന്നത് ഇവിടെ എല്ലാവർക്കും വേണ്ടിയാണ്. എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. When I say that what you now propose bothers us an awful lot more. നിങ്ങൾക്കൊരിക്കലും എന്ന് ഞാൻ കരുതുന്നു. അയാളുടെ ശബ്ദം കൂടുതൽ എന്ന് ഞാൻ പറയുമ്പോഴുള്ള ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് സംസാരിക്കുക എന്ന് ഞാൻ കരുതുന്നു. അയാളുടെ ശബ്ദം കൂടുതൽ ആത്മവിശ്വാസവും ആർജിച്ചു. അയാൾ തുടർന്നു, But I think I speak for everyone here when I say that you know propose bothers us an awful a lot more. നിങ്ങളിത് പറയുമ്പോൾ എനിക്ക് ചില നിങ്ങളിത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചില വിഷമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സ്പീക്കേഴ്സ് വോയിസ് ഗ്രീവ് അവർ മോർ കോൺഫിഡൻറ്റ്. അവൻ്റെ ശബ്ദം കൂടുതൽ ആത്മവിശ്വാസത്തിലേക്ക് വന്നു. ഡോണ്ട് യു റിയലൈസ്, നിങ്ങൾക്ക് ഇതിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? ഹി വെൻ്റ് ഓൺ, പിന്നീട് അവൻ പറഞ്ഞു, ദാറ്റ് യു ക്യാൻ നെവർ ബിക്കം എ പ്രൊഫഷണൽ. നിങ്ങൾക്ക് ഒരിക്കലും ഇതിനെ വരുമാനമുണ്ടാക്കുന്ന ഒരു തൊഴിലാക്കി മാറ്റാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ആസ് ജനറസ് ആസ് ചാർലി ഹാസ് ബീൻ ടു അസ്. ചാർലി നമ്മളോട് വളരെയധികം ഉദാരമതിയാണെങ്കിലും
Don't you see that we can't tie this thing up with his hospital on any other? നമ്മൾക്ക് അവൻ്റെ ആശുപത്രിയുമായിട്ട് ചേർന്ന് നിൽക്കാനോ അല്ലെങ്കിൽ ചാർലി ഉദാരമതിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശുപത്രിയോട് മറ്റെന്തിൻ്റെയെങ്കിലും കൂടെയോ നമുക്കതിനെ ബന്ധിപ്പിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ചാർലിയുടെ നിർദ്ദേശം ധാർമ്മികമാണെന്ന് നിങ്ങൾ ഞങ്ങളോട് പറയുന്നു. യു ടെൽ us that Charlie's proposal is ethical. നിങ്ങൾ പറയുന്നു ചാർലിയുടെ ആശയം നല്ലതാണ്, അത് ധാർമ്മികമാണ്. ഷുവർ, തീർച്ചയായും, ഇറ്റ്സ് എത്തിക്കൽ, ഇത് ധാർമ്മികം തന്നെയാണ്. ബട്ട് വാട്ട് വി ഹാവ് ഗോട്ട് വോണ്ട് റൺ ഓൺ എത്തിക്സ് ഓൺലി. അത് ധാർമ്മികം തന്നെയാണ്, പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ധാർമ്മികതയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒന്നല്ല, അതിലും അപ്പുറം അത് മെച്ചപ്പെടേണ്ടതുണ്ട്. തീർച്ചയായും ചാർലിയുടെ ആശയം നല്ലത് തന്നെ. പ്രൊപ്പോസൽ ഈസ് ഷുവർ ഇറ്റ്സ് എത്തിക്കൽ, ബട്ട് വെൻ വി ഗോട്ട് ഓൺ റൺ ഓൺ എത്തിക്കൽസ് ഓൺലി, നമ്മൾ ധാർമ്മികതയിൽ മാത്രം നിൽക്കുന്നവരല്ല. ഇറ്റ് ഹാസ് ടു ബി ബെറ്റർ, അതിലും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഷുവർ, ചാർലീസ് ഐഡിയ ഈസ് ഗുഡ്, ചാർലിയുടെ നിർദ്ദേശം ആശയം നല്ലത് തന്നെ. ബട്ട് ഇറ്റ് ഈസ് ഗുഡ് ഇനഫ്, പക്ഷേ വളരെയധികം നല്ലതല്ല, വളരെയധികം നല്ലത്. ദിസ് ഈസ് എ മാറ്റർ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്, ഇത് മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പ്രശ്നമാണ്. ബിൽ ആൻഡ് നത്തിങ് ബട്ട് ദ വെരി ബെസ്റ്റ് വിൽ ഡു. ചിലപ്പോൾ നല്ലത് ഏറ്റവും മികച്ചതിൻ്റെ ശത്രുവായിരിക്കുമെന്ന് എവിടെയോ ഈ യോഗത്തിൽ വെച്ച് നിങ്ങളെ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? They will be. My friends looked at me challenging as their spokesman continued. Bill, haven't you often said right here in the meeting that sometimes the good is the enemy of the best? Well, this is a plain case of it. You can't do these things to us. അപ്പോൾ ചാർലിയുടെ ആശയം നല്ലതാണ്, പക്ഷെ അത് അത്ര നല്ലതല്ല. ബിൽ, ഇത് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രശ്നമാണ്, ഏറ്റവും മികച്ചത് അല്ലാതെ മറ്റൊന്നും ശരിയാകില്ല. വക്താവ് സംസാരം തുടർന്നപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ വെല്ലുവിളിയോടെ എന്നെ നോക്കി. ബിൽ, ചിലപ്പോൾ നല്ലത് ഏറ്റവും മികച്ചതിൻ്റെ ശത്രുവായിരിക്കുമെന്ന് ഇവിടെ ഈ യോഗത്തിൽ വെച്ച് നിങ്ങൾ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ഇത് അതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ്. നിങ്ങൾക്ക് ഇത് ഞങ്ങളോട് ചെയ്യാൻ കഴിയില്ല. ദ സ്പോക്സ് ദ ഗ്രൂപ്പ് കോൺഷ്യൻസ്, ഗ്രൂപ്പിൻ്റെ മനസാക്ഷി ഇപ്രകാരം സംസാരിച്ചു. ദ ഗ്രൂപ്പ് വാസ് റൈറ്റ്, ഗ്രൂപ്പ് അത് ശരിയായിരുന്നു. ആൻഡ് ഐ വാസ് റോങ്, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ദ വോയിസ് ഓൺ ദ സബ്വേ വാസ് നോട്ട് ദ വോയിസ് ഓഫ് ഗോഡ്, ഭൂഗർഭ റെയിൽവേയിൽ വെച്ച് കേട്ട ശബ്ദം ദൈവത്തിൻ്റെതായിരുന്നില്ല. ഹിയർ ഈസ് ദ ട്രൂ വോയിസ് വെല്ലിങ് അപ്പ് ഔട്ട് ഓഫ് മൈ ഫ്രണ്ട്സ്, ഇതായിരുന്നു യഥാർത്ഥ ശബ്ദം എൻ്റെ സുഹൃത്തുക്കളുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നത്. ഐ ലിസൺഡ്, ഞാൻ ശ്രദ്ധിച്ചു. ആൻഡ് ഐ താങ്ക് ഗോഡ്, ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഐ ഒബേഡ്, ഞാൻ അത് അനുസരിച്ചു. 3 blows well and truly stuck had fallen on the anvil of group experience. നിർമ്മാണ ഘട്ടത്തിലിരിക്കുന്ന ഗ്രൂപ്പ് അനുഭവത്തിന്മേൽ പതിച്ച 3 അടികൾ യഥാർത്ഥത്തിൽ നന്നായി ഗുണം നൽകി. അവ എൻ്റെ മനസാക്ഷിയിൽ മുഴുകി. ദ റാങ് ഇൻ മൈ കോൺഷ്യൻസ്, അത് എൻ്റെ മനസാക്ഷിയിൽ മുഴുകി. ദ കോമൺ വെൽഫെയർ മസ്റ്റ് കം ഫസ്റ്റ്, അതായത് 3 അടികളാണ് യഥാർത്ഥത്തിൽ നിർമ്മാണ ഘട്ടത്തിലിരിക്കുന്ന ഗ്രൂപ്പിന് മേൽ വന്ന് പതിച്ചത്. പൊതു നന്മ എന്നത് ആദ്യം വന്നിരിക്കണം. അതായത് ദ കോമൺ വെൽഫെയർ മസ്റ്റ് കം ഫസ്റ്റ്, പൊതു നന്മ എന്നത് ആദ്യം വന്നിരിക്കണം. അതൊന്ന്. എ കനോട്ട് ഹാവ് എ ക്ലാസ് ഓഫ് പ്രൊഫഷണൽ തെറാപ്പിസ്റ്റ്, അതായത് എക്കാർക്ക് തൊഴിൽപരമായിട്ട് ഒരു ഔദ്യോഗിക തെറാപ്പിസ്റ്റായി മാറാൻ കഴിയില്ല. ആൻഡ് ഗോഡ് സ്പീക്കിംഗ് ഇൻ ദ ഗ്രൂപ്പ് കോൺഷ്യൻസ് ഈസ് ടു ബി അവർ ഫൈനൽ അതോറിറ്റി. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൻ്റെ മനസാക്ഷിയിലൂടെ ദൈവം സംസാരിക്കും, അതാണ് നമ്മളുടെ അധികാരി, ആത്യന്തികമായ അധികാരിയായി മാറി. Clearly implied in these 3 embryo principles of traditions was a 4th. Our leaders are best trusted servants, they do not govern. വ്യക്തമായി ഉൾപ്പെടുത്തിയ ഈ 3 ഭ്രൂണാവസ്ഥയിലുള്ള പാരമ്പര്യ തത്വമായിരുന്നു 4മത്തേത്. എയെ നയിക്കുന്നവർ വിശ്വസ്ത സേവകന്മാരാണ്, ഭരണകർത്താക്കളല്ല. അടുത്തത് നമുക്ക് 3-ാം പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഭാഗമാണ്. പേജ് നമ്പർ 102-ലാണ്. ട്രഡീഷൻ 3 ഫോർ എ ലോങ് ടൈം വാസ് എ ഫസലർ 2. 3-ാമത്തെ പാരമ്പര്യം ദീർഘകാലത്തേക്ക് ഒരുപാട് കുഴഞ്ഞു മറഞ്ഞതായിരുന്നു. ദ ഓൺലി റിക്വയർമെന്റ് ഓഫ് എ മെമ്പർഷിപ്പ് ഈസ് എ സിൻസിയർ ഡിസൈർ ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ്. കുടി നിർത്തണമെന്ന ആഗ്രഹം മാത്രമാണ് എയിൽ ചേരുവാനുള്ള ഒരേ ഒരു യോഗ്യത. സിൻസിയർ ഡിസൈർ ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ്, ആത്മാർത്ഥമായ ആഗ്രഹം ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ്.
We worried a lot about membership. AA മെമ്പർഷിപ്പ് അല്ലെങ്കിൽ അംഗത്വത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരുപാട് ഭയന്നു. In fact, when heavy publicity first came our way, we were scared witless. We said to ourselves, won't all kind of odd people show up? Complications, alcohol mixed with other things. In those days, we were always talking about the mythical character called the pure alcoholic. No complications. You understand, just a guzzler. We actually thought we were like that ourselves. Hence, when members began pouring in, our worry mounted. Won't there be mighty queer people? Won't there be criminals? Won't there be social undesirable? We asked, mixed with a certain amount of stormlishness and smuggleness. This was dawning fear. We simply did not know what or who would turn up. അപ്പോൾ AA മെമ്പർഷിപ്പിനെ കുറിച്ചുള്ള അംഗത്വത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരുപാട് ഭയന്നു. സത്യത്തിൽ ആദ്യമായി ഉയർന്ന രീതിയിലുള്ള പ്രതിസന്ധി ഞങ്ങളുടെ രീതിയിൽ വന്നപ്പോൾ we were scared witless. We were, in fact, where heavy publicity first came our way, we were scared witless. അതായത് വളരെയധികം പബ്ലിസിറ്റി വന്നപ്പോൾ ആദ്യമായി ഉയർന്ന രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഞങ്ങളിൽ വന്നു. വി സെഡ് ടു അവർ സെൽഫ്, ഞങ്ങൾ ഞങ്ങളോട് തന്നെ പറഞ്ഞു, വോണ്ട് ഓൾ കൈൻഡ് ഓഫ് ഓഡ് പീപ്പിൾ ഷോ അപ്പ്? എല്ലാ തരത്തിലുമുള്ള അതിവിചിത്രമായ വ്യക്തികൾ ഇവിടെ കടന്നു വരില്ലേ? കോംപ്ലിക്കേഷൻസ്, പ്രതിസന്ധി ഉണ്ടാവില്ലേ? ആൽക്കഹോൾ മിക്സ്ഡ് വിത്ത് അതർ തിങ്സ്, എല്ലാ തരത്തിലുള്ള മദ്യവും മറ്റ് സംഗതികളുമായി ഒത്തുചേർന്ന ആളുകളും നമ്മളിൽ ഇടയിലേക്ക് വരില്ലേ? In those days, we were always talking about the mythical character called the pure alcoholic. ആ കാലത്ത് അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ ഞങ്ങൾ എല്ലായ്പ്പോഴും സംസാരിച്ചിരുന്നത് ഐതിഹ്യ കഥകളായ കലർപ്പില്ലാത്ത മദ്യാസക്തന്റെ കഥകളായിരുന്നു. അതായത് കലർപ്പില്ലാത്ത, മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാത്ത ശുദ്ധനായ മദ്യാസക്തരെ കുറിച്ച് മാത്രമായിരുന്നു ഞങ്ങൾ ചിന്തിച്ചിരുന്നത്. നോ കോംപ്ലിക്കേഷൻസ്, യു അണ്ടർസ്റ്റാൻഡ്, ജസ്റ്റ് എ ഗസ്ലർ. അതായത് ഒരു പ്രതിസന്ധിയില്ലാത്ത മദ്യാസക്തൻ. വി ആക്ച്വലി തോട്ട് വി വെയർ ലൈക്ക് ദാറ്റ് അവർ സെൽസ്. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് എന്നാണ് ഞങ്ങളും ചിന്തിച്ചിരുന്നത്. ഹെൻസ് വെൻ മെമ്പേഴ്സ് ബിഗാൻ പോറിങ് ഇൻ, പിന്നീട് ഞങ്ങൾ കലർപ്പില്ലാത്ത മദ്യാസക്തരാണ്, ഒരു സങ്കീർണതകളുമില്ല, വെറും കുടിയൻ. നിങ്ങൾക്കത് മനസ്സിലായോ? ഞങ്ങൾ വെറും ഒരു വലിയ കുടിയൻ മാത്രം, വേറെ സങ്കീർണതകളുമില്ല. ഞങ്ങൾ യഥാർത്ഥത്തിൽ ചിന്തിച്ചു ഞങ്ങൾ അതുപോലെയാണെന്ന്. അതിനാൽ മെമ്പർമാർ ഉള്ളിലേക്ക് ഒഴുകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വൈഷമ്യങ്ങളേറി. and began pouring in. Our worry mounted. ഞങ്ങൾക്ക് വൈഷമ്യങ്ങളേറി. Won't there be mightily queer people? അതിനാൽ അതിൽ വലിയ രീതിയിലുള്ള വിചിത്ര സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാവില്ലേ? Won't there be criminals? അവിടെ കുറ്റവാളികൾ ഉണ്ടാവില്ലേ? Won't there be social undesirables? അവിടെ സാമൂഹികമായ അനിഷ്ടക്കാരുണ്ടാവില്ലേ? We asked, ഞങ്ങൾ ചോദിച്ചു. Mixed with a certain amount of snobbishness and smugness, this was downright fear. ഞങ്ങൾ ചോദിച്ചു. ഗർവും ബോധപൂർവവും മാന്യത പാലിക്കലും ഇടകലർത്തിക്കൊണ്ട് ഞങ്ങൾ അങ്ങനെ ചോദിച്ചു. ഭയത്തിന് നേരെ താഴോട്ട് കൊണ്ടുവന്നത് ഇതായിരുന്നു. വി സിംപ്ലി ഡിഡ് നോട്ട് നോ വാട്ട് ഓർ ഹൂ വുഡ് ടേൺ അപ്പ്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആരാണ് ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നതെന്ന്. മിക്സഡ് വിത്ത് എ സർട്ടൻ എമൗണ്ട് ഓഫ് സ്നോബിഷ്നസ് ആൻഡ് സ്മഗ്നസ്, ദിസ് വാസ് ഡൗൺറൈറ്റ് ഫിയർ. ഇങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ പേടികളെ താഴേക്ക് കൊണ്ടുവന്നത്. Since that early time, literally all kind of people have found their way into Alcoholics Anonymous. ആ ആരംഭ സമയങ്ങളിൽ മുതൽ സാഹിത്യങ്ങളിലൂടെ ആളുകളും അവരുടേതായ വഴിയിൽ ആൽക്കഹോളിക്സ് അനോണിമസിലേക്കുള്ള വഴി കണ്ടെത്തി. അവർ ഇൻക്ലൂസീവ്നെസ് ഇസ് നൗ വെരി ബ്രോഡ് ഇൻഡീഡ്. ഞങ്ങൾ ഇപ്പോൾ ആളുകളെ കൂട്ടിച്ചേർക്കാനുള്ള താല്പര്യം ഇപ്പോൾ സത്യത്തിൽ വളരെ വിശാലം തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന്, not too long ago, I sat talking in my office with a member who bear a little of countess. ഞാൻ എൻ്റെ ഓഫീസിൽ ഒരു മെമ്പറോട് സംസാരിച്ചിരുന്നു. That same night I went to an AA meeting with a member who bears a title of countess. മെമ്പറോട് സംസാരിച്ചിരുന്നു, പ്രഭു എന്ന് വിളിപ്പേരുള്ള ഒരാളോട്. അതേ രാത്രിയിൽ ഞാൻ ഈ AA മീറ്റിങ്ങിന് പോയി. അതൊരു ശൈത്യകാല രാത്രിയായിരുന്നു. ദാറ്റ് സെയിം നൈറ്റ് ഐ വെന്റ് ടു AA മീറ്റിംഗ്. ഇറ്റ് വാസ് എ വിന്റർ നൈറ്റ് ആൻഡ് ദർ വാസ് എ മൈൽഡ് ലുക്കിംഗ് ലിറ്റിൽ ജെന്റ് ടേക്കിംഗ് ദ കോട്ട്സ്.
അപ്പോ മാത്രമല്ല അവിടെ സൗമ്യ പ്രകൃതിക്കാരനായി തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കോട്ടുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. Countess. That is the same night when it was a winter night that there was a mild looking little gent taking the coats. He was not charging anything either. അവൻ അതിനകത്ത് ഒന്നിനും പണം വാങ്ങിയിരുന്നില്ല. He was just doing it to be obliging. അവൻ സന്നദ്ധതയോടുകൂടി അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. I said, ഞാൻ ചോദിച്ചു, who is that little guy? ആരാണ് ആ ചെറിയ മനുഷ്യൻ? And somebody answered, ഒരാൾ എന്നോട് പറഞ്ഞു, ഓ ഹീസ് ബീൻ അറൗണ്ട് ഫോർ എ ലോങ് ടൈം. അവൻ ഇവിടെ ആരോ ഒരാൾ ഉത്തരം പറഞ്ഞു, ഓ അയാൾ ഈ സ്ഥലത്ത് ഒരുപാട് കാലമായിട്ട് കറങ്ങി നടക്കുന്നവനാണ്. എവരിബഡി ലൈക്ക് ഹിം. എല്ലാവർക്കും അയാളെ ഇഷ്ടമാണ്. ഹി യൂസ് ടു ബി വൺ ഓഫ് ആൽ കോപ്പൻസ് മോബ്. അയാൾ ആൽകോപ്പൻസ് മോബ്. ദാറ്റ് ഈസ് ഹൗ യൂണിവേഴ്സൽ എ ഈസ് ടുഡേ. അയാൾ ഈ സ്ഥലത്ത് ഒരുപാട് കാലമായിട്ട് എല്ലാവരോടൊപ്പം കറങ്ങി നടക്കുന്നവനാണ്. അയാൾക്ക് ഇഷ്ടമാണ്. അയാൾ ആൽക്കഹോളിന്റെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. അതായത് ആൽക്കോപ്പനോസ് എന്ന് പറഞ്ഞാൽ, മോബ് എന്ന് പറഞ്ഞാൽ ഒരു റൗഡി ഗുണ്ടാ സംഘമാണ്. അതിന്റെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. ദാറ്റ്സ് ഷോ യൂണിവേഴ്സൽ എ ഈസ് ടുഡേ. അതാണ് എത്രമാത്രം ആഗോളവൽക്കരണമെന്ന് ഇന്നത്തെ കാലത്തെ എന്ന് സൂചിപ്പിക്കുന്നത്. ബട്ട് ഇറ്റ് ടുക്ക് us ലോങ് ടൈം ടു ബിക്കം റിയലി ഡെമോക്രാറ്റിക്. പക്ഷെ അത് ദീർഘകാലം എടുത്തു ശരിക്കും ജനാധിപത്യമായി തീരുവാൻ. There used to be so many membership rules out among the groups that if they were all enforced at once, nobody could have joined Alcoholics Anonymous. അപ്പോ ഒരുപാട് അംഗത്വ നിയമങ്ങൾ ഗ്രൂപ്പുകളിൽ ആദ്യകാലങ്ങളിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, അഥവാ അവയെല്ലാം ഒന്നിച്ച് അങ്ങനെ പ്രേരണ നടത്തിയിരുന്നുവെങ്കിൽ ഒരുത്തനും ശരിക്കും ആൽക്കഹോളിക്സ് അനോണിമസിൽ ചേരുമായിരുന്നില്ല. അംഗത്വ നിയമങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ ചേരുമായിരുന്നില്ല. ബട്ട് ആസ് അവർ ഫിയേഴ്സ് സബ്സൈഡഡ് വി ഫൈനലി സെഡ് ടു അവർ സെൽഫ്. നമ്മളുടെ ഭയം, പക്ഷെ ഞങ്ങളിലെ ഭയങ്ങൾ വിട്ടുമാറിയപ്പോൾ ഞങ്ങൾ ഞങ്ങളോട് തന്നെ അവസാനം പറയുകയുണ്ടായി, ഹു ആർ വി ടു കീപ് എനിബഡി ഔട്ട്. നമ്മൾ ആരാണ് ആരെയെങ്കിലും പുറത്താക്കുവാൻ? ടു മെനി എ ഡെസ്പറേറ്റ് ഡ്രങ്ക്. 103 പേജിലാണ്. ടു മെനി ഡെസ്പറേറ്റ് ഡ്രങ്ക്. അതായത് കുടിച്ച് ബോധം കെട്ടു വരുന്ന അല്ലെങ്കിൽ നിരാശനായിട്ട് വരുന്ന ആരെയെങ്കിലും പുറത്താക്കുവാൻ നമ്മൾ ആരാണ്? എ ഈസ് ദ കോർട്ട് ഓഫ് ഹിസ് ലാസ്റ്റ് അപ്പീൽ. അതായത് അവന്റെ അവസാന സങ്കേതമാണ് എ. ഈസ് ദ കോർട്ട് ഓഫ് ഹിസ് ലാസ്റ്റ് അപ്പീൽ. അവന്റെ അവസാനത്തെ സഹായത്തിനും സഹതാപത്തിനുള്ള അപേക്ഷയാണ് ഇത്. എങ്ങനെ നമുക്ക് ഹൗ ക്യാൻ വി സ്ലാം ദ ഡോർ ഓൺ എനിബഡി ഹൂ സ്റ്റാൻഡ്സ് ഔട്ട്സൈഡ്? ആർക്കെങ്കിലും മുമ്പിൽ അല്ലെങ്കിൽ അപേക്ഷയുമായിട്ട് പുറത്തു നിൽക്കുന്ന, സഹായത്തിനും സഹതാപത്തിനുമുള്ള അപേക്ഷയായിട്ട് പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് വാതിലുകൾ കൊട്ടിയടയ്ക്കാൻ നമ്മൾക്ക് അവർ പുറത്തു നിൽക്കുമ്പോൾ നമ്മൾക്ക് എങ്ങനെ സാധിക്കും? നോ, വി മസ്റ്റ് നെവർ ഡു ദാറ്റ്. നമ്മൾക്ക് എന്തായാലും അത് ചെയ്യുകയില്ല. ഇല്ല, ഞങ്ങൾ ഒരിക്കലും അത് ചെയ്യുകയില്ല. വി മസ്റ്റ് ഓൾവേസ് ലൈക്ക് ദ റിസ്ക് നോ മാറ്റർ ഹൂ കംസ് ഇൻ. ഞങ്ങൾ എന്തായാലും എപ്പോഴും ഈ ആളുകളെ ഏറ്റെടുക്കുന്നു. ആ ഉത്തരവാദിത്വം ആര് തന്നെ ഉള്ളിൽ വരികയാണെങ്കിലും ഞങ്ങൾ ഏറ്റെടുക്കുന്നു. നോ മാറ്റർ ഹൂ കെയിം ഇൻ. ആര് വന്നാലും അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ആ റിസ്ക് ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നു. മേ ബി അവർ പബ്ലിക് റിലേഷൻസ് വിൽ ബി ഡാമേജ്ഡ് ബിക്കോസ് എ ഫ്യൂ സ്ട്രേഞ്ച് ക്യാരക്ടേഴ്സ് ആർ എമോങ് us. ഒരു പക്ഷേ ചിലപ്പോൾ ഞങ്ങളുടെ പൊതുജന ബന്ധങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ പോലും ചില തകർച്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കുള്ളിലുള്ള ചില അപരിചിത സ്വഭാവം മൂലം, ഞങ്ങൾക്ക് കണക്ക് കൂട്ടാൻ കഴിയാത്ത ചില സ്വഭാവം മൂലം പൊതുജന ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡാമേജ്ഡ്, നമുക്ക് ചില നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓഫ് കോഴ്സ് അവർ പബ്ലിക് റിലേഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ്. തീർച്ചയായും നമ്മളുടെ പൊതുജന ബന്ധം അല്ലെങ്കിൽ പൊതുസമൂഹമായിട്ടുള്ള ബന്ധം തീർച്ചയായും പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. ഹൂ ഓഫ് us dares to say no, you can't come in? പക്ഷെ എന്നിരുന്നാൽ തന്നെയും നമുക്ക് യു കാൺ കം ഇൻ, നമുക്ക് ആരോട് പറയാൻ കഴിയും നിനക്ക് ഇവിടെ വരാൻ കഴിയില്ല, അല്ലെങ്കിൽ നിനക്ക് ഇതിൽ ചേരുവാൻ സാധ്യമല്ല എന്ന് പറയാൻ ആര് ധൈര്യപ്പെടും? thereby setting himself as a judge, jury and perhaps executed nations of this brother's alcoholic.
നിനക്കിതിൽ ചേരാൻ സാധ്യമല്ല എന്ന് പറയാൻ ആർക്ക് കഴിയും? അതിലൂടെ അവനെ തന്നെ ഒരു ജഡ്ജിയെ പോലെ വിധി പ്രസ്താവിക്കാനും അവനെ വിധിക്കുന്ന ന്യായാധിപ സഭയിലെ ഒരു അംഗമായി മാറുവാനും പിന്നെ അവനെ ശിക്ഷ വിധിക്കുന്ന ആരാച്ചാരായി മാറുവാനും തൻ്റെ തന്നെ സഹോദരനായ മധ്യാസക്തനെ ഇങ്ങനെയെല്ലാം ചെയ്യാൻ ആര് ധൈര്യപ്പെടും? സോ ദ എക്സ്പീരിയൻസ് ത്രൂ ദ ഇയേഴ്സ് നൗ ഡിസ്റ്റിൽഡ് ഇൻ ടു ട്രഡീഷൻ 3 says. അങ്ങനെ അതിനാൽ ആ അനുഭവങ്ങൾ വർഷങ്ങളിലൂടെ ഇപ്പോൾ ബാഷ്പീകരിക്കപ്പെട്ടു അല്ലെങ്കിൽ ഇല്ലാതായി. അതുകൊണ്ട് തന്നെ മൂന്നാം പാരമ്പര്യത്തിൽ ട്രഡീഷൻ 3 says ബാഷ്പീകരിക്കപ്പെട്ടു. അതുകൊണ്ട് മൂന്നാം പാരമ്പര്യം ഇങ്ങനെ പറയുന്നു: യു ആർ ആൻ എ എം മെമ്പർ ഇഫ് യു സേ സോ. നീ ഒരു AM അംഗമാണ്, നീ അങ്ങനെ പറയുന്നുവെങ്കിൽ. നോ മാറ്റർ വാട്ട് യു ഹാവ് ഡൺ, നീ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നത് ഇവിടെ ഒരു വസ്തുതയല്ല, അല്ലെങ്കിൽ അവിടെ പരിഗണിക്കുന്ന ഒരു കാര്യമല്ല. ഓർ സ്റ്റിൽ വിൽ ഡു, ഇപ്പോഴും ഞങ്ങൾ നിന്നെ സ്വീകരിക്കും. യു ആർ ആൻ എ മെമ്പർ ആസ് ലോങ് ആസ് യു സേ സോ. അതായത് നീ ഒരു മെമ്പർ തന്നെയായിരിക്കും എത്രത്തോളം കാലം നീ അപ്രകാരം പറയുന്നുവോ അത്രയും കാലം നിനക്ക് മെമ്പർ ആയിരിക്കും, നീ പറയുന്നത് അത്രയും കാലം. നൗ ഹിയർ കം ട്രഡീഷൻ 4, പേജ് നമ്പർ 103. നാലാമത്തെ പടിയെ പറ്റി പറയാണ്. ഇപ്പോൾ ഇതാ വന്നെത്തി പാരമ്പര്യം 4. ഇറ്റ് ഡിക്ലെയർസ് ദാറ്റ് ഈച്ച് ഗ്രൂപ്പ് ഷുഡ് ബി ഓട്ടോണമസ് എക്സെപ്റ്റ് ഇൻ മാറ്റേഴ്സ് അഫക്റ്റിംഗ് അതർ ഗ്രൂപ്പ് ഓർ എ ആസ് എ ഹോൾ. അപ്പോൾ മറ്റ് ഗ്രൂപ്പുകളെ അല്ല മുഴുവനായി ബാധിക്കുന്ന സംഗതികൾ ഒഴിച്ച് ഓരോ ഗ്രൂപ്പും സ്വയംഭരണ രീതിയിലുള്ളതായിരിക്കണം. ആസ് വൺ ഓഫ് ദ പീപ്പിൾ ഹു ഹെൽപ്ഡ് സ്റ്റാർട്ട് ദിസ് മൂവ്മെന്റ്, I thought of for a long time that I ought to be able to manage it from New York. ഈ നടപടി ആരംഭിക്കുവാൻ സഹായിച്ചവരായ വ്യക്തികളിൽ ഒരുവൻ എന്ന പോൽ ഒരുപാട് കാലങ്ങളിൽ ഞാൻ ഒരു കാര്യം ചിന്തിച്ചു, എന്നെ കൊണ്ട് ഇത് കൈകാര്യം ചെയ്യുവാൻ സാധിക്കും, ന്യൂയോർക്കിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ ഇത് കൈകാര്യം ചെയ്യും. ബട്ട് ഐ സൂൺ ഫൗണ്ട് ദാറ്റ് ഐ കുഡ് നോ സച്ച് തിങ്സ്. പക്ഷേ അധികം താമസിയാതെ ഞാൻ തന്നെ കണ്ടെത്തി എന്നെ കൊണ്ട് അത്തരം സംഗതികൾ ചെയ്യാൻ സാധിക്കുകയില്ലെന്ന്. നെയ്തർ കുഡ് എനിബഡി എൽസ് അറ്റ് AS ഹെഡ്ക്വാർട്ടേഴ്സ്. അതുപോലെ തന്നെ ഹെഡ്ക്വാർട്ടേഴ്സിലെ ആളുകൾക്കും അല്ലെങ്കിൽ എയുടെ ആസ്ഥാനത്തുള്ള ആളുകൾക്കും അതുപോലെ തന്നെ തനിയെ ചെയ്യാൻ കഴിയുകയില്ല. ദ ഗ്രൂപ്പ് സെഡ് ടു അസ്, അതുകൊണ്ട് തന്നെ ഗ്രൂപ്പുകാർ ഞങ്ങളോട് പറഞ്ഞു, വി ലൈക്ക് വാട്ട് യു ആർ ഡൂയിങ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് തന്നെയായാലും ഞങ്ങൾക്ക് ഇഷ്ടം തന്നെയാണ്. സം ടൈംസ് യുവർ സജഷൻസ് ആൻഡ് അഡ്വൈസ് ആർ ഗുഡ്. ചിലപ്പോഴെല്ലാം ചില സമയങ്ങളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും പിന്നെ ഉപദേശങ്ങളും എല്ലാം നല്ലത് തന്നെയാണ്. ബട്ട് whether to take you or leave you alone is going to be our decision. നിങ്ങളുടെ ഈ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എടുക്കണമോ അല്ലെങ്കിൽ നിങ്ങളെ തള്ളിക്കളയണമോ എന്നത് ഞങ്ങളുടെ തീരുമാനമായിരിക്കും. ഔട്ട് ഇൻ ദ ഗ്രൂപ്പ്സ് വി ആർ ഗോയിങ് ടു റൺ അവർ ഓൺ ഷോ. ഗ്രൂപ്പുകളിൽ നിന്നും വിട്ടുമാറിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്താൻ പോകുന്നു. വി ആർ നോട്ട് ഗോയിങ് ടു ഹാവ് എ പേഴ്സണൽ ഗവൺമെന്റ് ഇൻ ന്യൂയോർക്ക്. ഞങ്ങൾക്ക് ന്യൂയോർക്കിൽ നിന്നുള്ള ഒരു വ്യക്തിപരമായ ഭരണാധികാരി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഞങ്ങൾക്ക് വേണ്ട. ഓർ എനിവെയർ എൽസ്, എവിടെ നിന്നായാലും ശരി, ന്യൂയോർക്കിൽ നിന്ന് മാത്രമല്ല എവിടെ നിന്നും ശരി, ഞങ്ങൾക്കൊരു ഗവൺമെന്റ് വേണ്ട. സർവീസസ് സേവനം അത് വേണം, ബട്ട് ഗവൺമെന്റ് നോ. പക്ഷെ ഭരണാധികാരി അത് വേണ്ട. ഹെൻസ് ഇപ്രകാരമായിരുന്നു AS ട്രഡീഷൻസ് ഓഫ് ഗ്രൂപ്പ് ഓട്ടോണമി. ഇപ്രകാരമായിരുന്നു എയുടെ പാരമ്പര്യമായ സ്വയംഭരണം. അധികം സമയമെടുക്കാതെ തന്നെ അത് അങ്ങനെ തന്നെ ആയിത്തീർന്നു. ഹെൻസ് ട്രഡീഷൻസ് ഓഫ് ഗ്രൂപ്പ് ഓട്ടോണമി, അങ്ങനെ സ്വയംഭരണം, ഗ്രൂപ്പുകളുടെ സ്വയംഭരണം അങ്ങനെ ആയിത്തീർന്നു. ഇറ്റ് ഡിഡിൻ ടേക്ക് ലോങ് ടൈം ഫോർമുലേറ്റ് ദാറ്റ് വൺ. അധികം സമയം എടുക്കാതെ തന്നെയാണ് അത് അങ്ങനെ രൂപീകരിക്കപ്പെട്ടത്. They told us just what they wanted and that included the right to be wrong. അവർ ഞങ്ങളോട് അവർക്ക് വേണ്ടത് മാത്രം ആവശ്യപ്പെട്ടു, മാത്രമല്ല അവർക്ക് തെറ്റ് ചെയ്യാനുള്ള അവകാശം കൂടി അവർക്ക് നൽകപ്പെട്ടു. ആൻഡ് ദാറ്റ് ഇൻക്ലൂഡഡ് ദ റൈറ്റ് ടു ബി റോങ്. തെറ്റ് ചെയ്യാനുള്ള അവകാശം കൂടി ഞങ്ങൾ കൊടുത്തു. ടു ഇല്ലസ്ട്രേറ്റ്, ഉദാഹരണത്തിന്, years ago in a certain town a super promoter got sobered up in AA. At once he got very big ideas. ഉദാഹരണത്തിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പട്ടണത്തിൽ, സെർട്ടൻ ടൗൺ, ഒരു പ്രത്യേക പട്ടണത്തിൽ ഒരു അതിവിശിഷ്ടരായ വ്യക്തി AIയിലൂടെ സുബോധം കണ്ടെത്തി. ഉടനെ തന്നെ അദ്ദേഹം വലിയ പരിഷ്കാരങ്ങൾ സ്വപ്നം കണ്ടു. ബിഗ് ഐഡിയാസ്, ഓൾ ഫോർ ദ ഗുഡ് ഓഫ് AI ഓഫ് കോഴ്സ്. തീർച്ചയായും അതെല്ലാം AIക്ക് വേണ്ടി തന്നെ. As he saw it, the right setup would require a very big building and would take an awful lot of money. വലിയ പരിഷ്കാരങ്ങൾ സ്വപ്നം കൊണ്ട് നല്ലതിന് വേണ്ടി തന്നെ അദ്ദേഹം ശരിയായ രീതിയിൽ ശരിയാവണ്ണം അതിനെ AI ആക്കി തീർക്കാൻ
ചില കാര്യങ്ങൾ ആവശ്യമാക്കി തീർത്തു. ഓൾ ഫോർ എ ഗുഡ് ഓഫ് എ ആസ് ഹി സോ ഇറ്റ്, അവൻ കണ്ടതുപോലെ ദ റൈറ്റ് സെറ്റപ്പ് വുഡ് റിക്വയർ എ വെരി ബിഗ് ബിൽഡിംഗ്, അതായത് ഒരു വലിയ കെട്ടിടം ഇതിനാവശ്യമുണ്ട്. ആൻഡ് വുഡ് ടേക്ക് ആൻ ഓഫുൾ ലോട്ട് ഓഫ് മണി, അതുകൂടാതെ ഒരു വലിയ കെട്ടിടം മാത്രമല്ല, ഒരുപാട് പണം ഇതിന് ആവശ്യമുണ്ട്. ഓൺ വൺ ഫ്ലോർ ദർ വുഡ് ബി എ ക്ലബ്, ഒന്നാമത്തെ നിലയിൽ ഒരു ക്ലബ് ഉണ്ടായിരിക്കണം. ഓൺ ദ നെക്സ്റ്റ് ഫ്ലോർ ദർ വുഡ് ബി എ മീറ്റിംഗ് റൂം, രണ്ടാമത്തെ നിലയിൽ മീറ്റിംഗ് റൂമാണ്. ഓൺ ദ നെക്സ്റ്റ് എ ക്ലിനിക് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, അടുത്ത നിലയിൽ മദ്യവിമുക്തരുടെ ഒരു സ്ഥാപനം, പിന്നെ ഒരു ക്ലിനിക്കും, ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു നില. Upstairs there surely would have to be loan agency where the indigent alcoholic could borrow a little spare cash. പിന്നീട് വേണ്ടത് മുകൾ നിലയിൽ അവിടെ തീർച്ചയായും മദ്യാസക്തരുടെ കടബാധ്യതകൾ തീർക്കാനുള്ള പണം ലഭിക്കുന്ന, അല്ലെങ്കിൽ കടമായിട്ട് പണം ലഭിക്കുന്ന, അല്ലെങ്കിൽ നിരാലംബരമായ മദ്യാസക്തർക്ക് പണം കടം വാങ്ങാൻ സാധിക്കുന്ന തരത്തിൽ ഒരു ബാങ്കും ഉണ്ടാകണം. ലോൺ ഏജൻസി അല്ലെങ്കിൽ വായ്പ കൊടുക്കുന്ന ഒരു ഏജൻസിയും ഉണ്ടാകുന്ന ഒരു സ്ഥാപനം ഉണ്ടാകണം. സച്ച് വാസ് ഹിസ് വിഷൻ ഓഫ് ദ ന്യൂ സെന്റർ, അതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പുതിയ സ്ഥാപനത്തെക്കുറിച്ചുള്ള ദർശനം. ഹി വാസ് സം പ്രൊമോട്ടർ, അദ്ദേഹത്തിന് ഒരു പരിഷ്കർത്താവായിരുന്നു, അതൊരു മികച്ച ഒരു ആവിഷ്കർത്താവുമായിരുന്നു. ദിസ് വൺ ആൻഡ് ഹി ആക്ച്വലി സോൾഡ് ദ ടൗൺസ് പീപ്പിൾ ഓൺ ഹിസ് ഐഡിയ. മാത്രമല്ല അദ്ദേഹം തൻ്റെ ഈ ആശയത്തെ പട്ടണ നിവാസികൾക്ക് വാസ്തവത്തിൽ വിൽപ്പന നടത്തിയെന്ന് വെച്ചാൽ അവിടെ എല്ലാവരോടും പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ചു. ഹി നാച്ചുറലി വാസ് ടു ബിക്കം ദ ജനറൽ മാനേജർ. ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചുകൊണ്ട് അദ്ദേഹം സ്വാഭാവികമായി അതിന്റെ ജനറൽ മാനേജർ ആകും. ഹിസ് ബ്ലൂ പ്രിന്റ് ഇൻവോൾവ്ഡ് 3 സെപ്പറേറ്റ് കോർപ്പറേഷൻസ്, 1 ഫോർ ദ ക്ലബ്, 1 ഫോർ ദ ക്ലിനിക് ആൻഡ് 1 ഫോർ ദ ലോൺ ഡിപ്പാർട്ട്മെന്റ്. അദ്ദേഹത്തിന്റെ രൂപരേഖയിൽ 3 വ്യത്യസ്ത സഹായികളായിട്ട് 3 സഭകൾ ഉൾപ്പെട്ടിരുന്നു. 1 ക്ലബിന്, 1 ക്ലിനിക്കിന്, 1 വായ്പ വിഭാഗത്തിന്. എല്ലാം ഒത്തുചേർന്ന് അദ്ദേഹം എഴുതി ഉണ്ടാക്കി 61 നിയമങ്ങളും ചട്ടങ്ങളും പിന്നെ ഉപനിയമങ്ങൾ ഈ സഹായ സഭകൾക്ക് അവരുടെ ജോലികൾ നന്നായി ചെയ്യാനായിട്ട്. അതായത് ഹിസ് ബ്ലൂ പ്രിന്റ് ഇൻവോൾവ്ഡ് 3 സെപ്പറേറ്റ് കോർപ്പറേഷൻസ്, 1 ഫോർ ദ ക്ലബ്, 1 ക്ലബിന്, 1 ഫോർ ദ ക്ലിനിക്, 1 ക്ലിനിക്കിന് ആൻഡ് 1 ഫോർ ദ ലോൺ ഡിപ്പാർട്ട്മെന്റ്, പണം കടം കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ്. ഓൾ ടുഗദർ ഹി റോട്ട് 61 റൂൾസ്, 61 നിയമങ്ങളും അദ്ദേഹം ഉണ്ടാക്കി, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കി. ആൻഡ് ബൈലോസ് ടു മേക്ക് ദിസ് കോർപ്പറേഷൻ ഡു ദെയർ ഗുഡ് വർക്ക്. അപ്പൊ ഈ ക്ലിനിക്കിനും ഈ ലോൺ ഡിപ്പാർട്ട്മെന്റിനും ക്ലബിനും ഒക്കെ ആയിട്ടുള്ള ബൈലോസും ഉപനിയമങ്ങളും ഉണ്ടാക്കി അദ്ദേഹം അവരുടെ ജോലികൾ നന്നായി ചെയ്യാനായിട്ട് ചെയ്തു. വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് എ ഫ്യൂ ഡൈ ഹാർട്സ് ഹിസ് ഫെലോ എയേഴ്സ് വെയർ സോൾഡ്. അല്പം ചില വിയോജിപ്പുകാരെ മാറ്റി നിർത്തിയാൽ തൻ്റെ കൂടെയുള്ള ഏയക്കാർ എല്ലാം അദ്ദേഹത്തോടൊപ്പം ഉറച്ചവരായി കൂടെ നിന്നു. ഹി വാസ് ദ മാൻ ഓഫ് ദ ഹവർ. ആ മണിക്കൂറുകളുടെ മനുഷ്യൻ തന്നെയായിരുന്നു അയാൾ. ഹി അപ്ലൈഡ് ടു ന്യൂയോർക്ക് ഫോർ എ സൂപ്പർ ചാർട്ടർ. അപ്പോൾ അദ്ദേഹം ന്യൂയോർക്കിലേക്ക് അപേക്ഷിച്ചു പ്രത്യേക പരിഗണന ഇതിന് കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ. ഹിയറിംഗ് ഓഫ് ദിസ് സം ഓഫ് ദ ഡിസെൻഡേഴ്സ് റോട്ട് അസ്. ഇത് കേട്ട് അസ്വസ്ഥരായ ചിലർ ഞങ്ങൾക്ക് എഴുതി. We had to tell them that each AA group could manage its own affairs as it liked, provided it did not harm surrounding groups. ഞങ്ങൾ അവരോട് പറയണം, അതായത് ഓരോ AA ഗ്രൂപ്പിനും അവരവരുടേതായ കാര്യങ്ങൾ അവർ ഇച്ഛിക്കുന്ന പോലെ ചെയ്യാൻ അവകാശമുണ്ട്, പക്ഷെ അത് ചുറ്റുമുള്ള ഗ്രൂപ്പുകൾ ഉപദ്രവമാകാത്ത രീതിയിലായിരിക്കണമെന്ന്. But as strongly as we dared, we did point out the even less grandiose schemes of like character and failed everywhere before. അപ്പോൾ പക്ഷെ ഞങ്ങൾ ഭയന്ന രീതിയിൽ ശക്തമായി തന്നെ ഞങ്ങൾ അവരോട് സൂചിപ്പിക്കുകയോ ഇതേ സ്വഭാവമുള്ള ചെറിയ മഹാസംരംഭങ്ങൾ പോലും ഇതിനു മുമ്പ് എല്ലായിടത്തും തകർന്ന് പരാജയപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം അവരെ അറിയിച്ചു. But as strongly as we dared, we did point out that even less grandiose schemes of a like character had failed everywhere before, as it had a right to. This very autonomous group ignored our warnings. എന്നാലും അതിനുള്ള ഒരു അവകാശം എന്ന പോലെ ഈ പ്രത്യേക സ്വയംഭരണ ഗ്രൂപ്പും ഞങ്ങളുടെ താക്കീത് അവഗണിച്ചു. മേ ബി യു ക്യാൻ ഗസ് വാട്ട് ഹാപ്പൻ. ചിലപ്പോൾ താങ്കൾക്ക് ഊഹിക്കാൻ സാധിക്കുന്നുണ്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടാകുമെന്ന്. ആഫ്റ്റർ മെനി എ റംബ്ലിംഗ്, ചില ഗർജനങ്ങൾക്ക് ശേഷം, ദ ക്രാഷ് കെയിം, തകർച്ച വന്നെത്തി.
It was like a boiler explosion in a clapboard factory. ക്ലാപ്ബോർഡ് ഫാക്ടറിയുടെ ബോയിലർ പൊട്ടിത്തെറിച്ച പോലെ അവസ്ഥയായി. ദ തമ്പ് ഓഫ് കോളിഡിങ് ഈഗോസ് കുഡ് ബി ഹിയർഡ് ആൻഡ് ഫെൽറ്റ് ഫോർ മൈൽസ്. തകർന്നു വീഴുന്ന അഹങ്കാരത്തിന്റെ അടിയൊച്ച കേൾക്കാനും അനുഭവിക്കാനും സാധിച്ചിരുന്നു. മൈലുകൾക്കപ്പുറം പോലെ ഞങ്ങൾ അത് കേട്ടു. But of course, things quite quieted down, and after a long interval, we heard from him, the promoter. എന്തായാലും ശരി, സംഗതികൾ ശാന്തമായി മാറി. മാത്രമല്ല, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഈ പ്രധാന സഹായിയിൽ നിന്ന് ഞങ്ങൾ കേട്ടു. അദ്ദേഹം ഞങ്ങൾക്ക് എഴുതി, You told us that outside enterprise can be fine and very helpful, but you also told us they could not be mixed with AI. I figured that they could be and should be. Well, you folks headquarters were right and I was wrong. അദ്ദേഹം ഇങ്ങനെയാണ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക്, താങ്കൾ പറഞ്ഞിരുന്നു ഞങ്ങളോട്, അതായത് പുറമേയുള്ള സംരംഭങ്ങൾ നല്ലതും വളരെ സഹായകരവും തന്നെ, പക്ഷേ നിങ്ങൾ ഇത് കൂടി പറഞ്ഞിരുന്നു, അതായത് അവയെ AI-യുമായി സമ്മിശ്രമാക്കാൻ സാധിക്കില്ലെന്ന്. ഞാൻ ഊഹിച്ചു അത് സാധ്യമാക്കുമെന്ന്, മാത്രമല്ല കഴിയുമെന്നും. നിങ്ങളാണ് നല്ലത്, നിങ്ങൾ ആസ്ഥാനത്തുള്ളവർ ഹെഡ്ക്വാർട്ടേഴ്സിൽ പറഞ്ഞതായിരുന്നു ശരി, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഐ വാസ് റോങ്. വിത്ത് ഹിസ് ലെറ്റർ ദ പ്രൊമോട്ടർ സെൻഡ് us a card. തൻ്റെ എഴുത്തിനൊപ്പം ആ സംരംഭകൻ ഒരു കാർഡ് ഞങ്ങൾക്ക് അയച്ചിരുന്നു. വിച്ച് ഹി ഹാഡ് ഓൾറെഡി മെയിൽഡ് ടു എവരി ഗ്രൂപ്പ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്. അദ്ദേഹമാകട്ടെ ആ കാർഡ് അമേരിക്കയിലുള്ള എല്ലാ ഗ്രൂപ്പുകൾക്കും അയച്ചു കൊടുത്തിരുന്നു. ഇറ്റ് വാസ് ഫോൾഡഡ് ലൈക്ക് എ ഗോൾഫ് സ്കോർ കാർഡ്. അത് ഈ ഗോൾഫ് സ്കോറിൽ എഴുതുന്ന അത്രയും വലിപ്പമുള്ള കാർഡായിരുന്നു. ഗോൾഫിന്റെ സ്കോർ എഴുതുന്ന അത്രയും വലിപ്പമുള്ള കാർഡ്, അത് മടക്കുന്ന തരത്തിൽ. ആൻഡ് ഓൺ ദ ഔട്ട്സൈഡ് വാസ് പ്രിന്റഡ്. അതിന്റെ പുറമെ ഇങ്ങനെ അച്ചടിച്ചിരുന്നു. അതിന് വലിപ്പമുള്ള കാർഡായിരുന്നു. അതിന് മുകളിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്തിരുന്നു, മിൽറ്റിൽഡൺ ഗ്രൂപ്പ് നിയമം 62, ഗ്രൂപ്പ് സോ ആൻഡ് സോ പ്ലേസ് സോ ആൻഡ് സോ റൂൾ നമ്പർ 62. അപ്പൊ മിഡിൽട്ടൺ ഗ്രൂപ്പ് നിയമം 62. When the card was unfolded, a single pungent sentence met the eye. Don't take yourself too damn seriously. അപ്പൊ മുകൾ ഭാഗത്ത് മിഡിൽട്ടൺ ഗ്രൂപ്പ് നിയമം 62 എഴുതിയിട്ട് തുറക്കുമ്പോൾ കാർഡിന്റെ മടക്ക് നിവൃത്തിയിൽ ഒരു നിശ്ചിതമായ വാക്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. ആവശ്യത്തിൽ കൂടുതൽ ഗൗരവത്തോടെ സ്വയം കാണാതിരിക്കുക. ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് ടു ഡാം സീരിയസ്ലി. ആവശ്യത്തിൽ കൂടുതൽ ഗൗരവത്തോടെ സ്വയം കാണാതിരിക്കുക. ദസ് അണ്ടർ ട്രഡീഷൻ 4, നാലാമത്തെ പാരമ്പര്യം അനുസരിച്ച്, ആൻ AI ഗ്രൂപ്പ് ഹാഡ് എക്സസൈസ്ഡ് ഇറ്റ്സ് റൈറ്റ് ടു ബി റോങ്. തെറ്റ് ചെയ്യാനുള്ള അവകാശം പരീക്ഷിച്ചതിന്റെ കഥയാണിത്. മോറോവർ ഇറ്റ് ഹാഡ് പെർഫോംഡ് എ ഗ്രേറ്റ് സർവീസ് ഓഫ് ആൽക്കോളിക്സ് അനോണിമസ്. അതിനേക്കാൾ ഉപരി ആൽക്കോളിക്സ് അനോണിമസിൽ വലിയൊരു സേവനവും അവർ ചെയ്തു. ബിക്കോസ് ഇറ്റ് ഹാഡ് ബീൻ ഹംബ്ലി വില്ലിംഗ് ടു അപ്ലൈ ദ ലെസൺസ് ഇറ്റ് ഹാഡ് ലേൺഡ്. അതായത് അവർ പഠിച്ചെടുത്ത പാഠങ്ങളെ പ്രവർത്തനത്തിൽ കൊണ്ടുവരാനുള്ള എളിമ നിറഞ്ഞ മനസ്സ് അവർക്കുണ്ടായി. ഇറ്റ് ഹാഡ് പിക്ഡ് ഇറ്റ് സെൽഫ് അപ്പ് വിത്ത് എ ലാഫ് ആൻഡ് ഹാഡ് ഗോൺ ഓൺ ദ ബെറ്റർ തിങ്സ്. പറ്റിയ തെറ്റിനെ ആഹ്ലാദത്തോടെ തന്നെ ഉൾക്കൊണ്ട് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്തും അവർ മുന്നോട്ട് പോയി. ഈവൻ ദ ചീഫ് ആർക്കിടെക്ട് സ്റ്റാൻഡിങ് ഇൻ ദ ruins of his dream could laugh at himself, and that is the outcome of humility. മുഖ്യ ശില്പി വരെ തന്റെ സ്വപ്നങ്ങളുടെ തകർച്ചയിൽ നിന്നുകൊണ്ട് പറ്റ അമളിയോർത്ത് സ്വയം പരിഹസിച്ചിരിച്ചു. വിനയത്തിന്റെ പരമകോടിയാണിത്. Some may think that was how carried the principle of group autonomy. പലരും ഒരു കാര്യം ചിന്തിക്കാം. സെക്കൻഡ്, അതായത് ഞങ്ങൾ ഗ്രൂപ്പിനെ സ്വയംഭരണം എന്ന തത്വത്തെ അതിന്റെ അതിരുവരെയും വഹിച്ചുകൊണ്ട് പോയി എന്ന് വണ്ണം പലരും ചിന്തിക്കാം. Some many think that he was carried the principle of group autonomous to extremes. അതിന്റെ അതിരുവരെ കൊണ്ടുപോയി എന്ന് ചിന്തിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണത്തിന്, in its original long form, അതായത് അതിന്റെ ഉത്ഭവത്തിൽ പാരമ്പര്യത്തിന്റെ ദീർഘരൂപത്തിൽ പാരമ്പര്യം 4 ഇങ്ങനെ പറയുന്നുണ്ട്. ട്രഡിഷൻ 4 എന്താണ് പറയുന്നത്? Any 2 or 3 gathered together for sobriety may call themselves an AA group, provided that as a group they have no other affiliation. അതായത് ഏതെങ്കിലും 2 or 3 പേർ
സുബോധത്തിനായി വേണ്ടി ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അവർക്ക് അതിനെ എ ഗ്രൂപ്പ് എന്ന് വിളിക്കാം. ഒരു ഗ്രൂപ്പ് എന്ന പോലെ അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന തുടരാനുള്ള അധികാരം, എന്നാൽ കൂട്ടുചേർപ്പുകളും ഇല്ലാതെ തന്നെയായിരിക്കണം. അതായത് മറ്റൊരു കാര്യത്തോടും കൂടിച്ചേരരുത്. Any two or four gathered together for sobriety when called themselves an A group. അവരെ എ ഗ്രൂപ്പ് എന്ന് വിളിക്കാം, പ്രൊവൈഡ് ദാറ്റ് ആസ് എ ഗ്രൂപ്പ് ദേ ഹാവ് നോ അതർ അഫിലിയേഷൻ. മറ്റൊരു കൂട്ടിച്ചേർക്കലുകൾ അല്ലെങ്കിൽ കൂടിച്ചേരലുകളും ഉണ്ടാകരുത്. ദിസ് മീൻസ്, ഇതിന്റെ അർത്ഥം, ഇത് അർത്ഥമാക്കുന്നത് ദാറ്റ് ദിസ് 2 or 3 ആൽക്കഹോൾസ് കുഡ് ട്രൈ ഫോർ സോബ്രേറ്റി ഇൻ മീൻ എനി വേ ദേ ലൈക്ക്ഡ്. ഇത് അർത്ഥമാക്കുന്നത് ഈ 2-3 മധ്യസ്ഥർക്ക് അവരുടെ സുബോധത്തിന് വേണ്ടി അവർക്ക് ഇഷ്ടപ്പെടുന്ന ഏതൊരു മാർഗവും സ്വീകരിക്കാം, ഏതൊരു മാർഗത്തിലൂടെയും അവർക്ക് ശ്രമിക്കാം. They could disagree with any or all of AA's principles. അവർക്ക് ഒരു പക്ഷേ ആൽക്കഹോളിസം അനോണിമസിന്റെ എല്ലാ തത്വങ്ങളെയും സ്വീകരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ നിരസിക്കാം. ആൻഡ് സ്റ്റിൽ കോൾ ദംസെൽസ് ആൻ എ ഗ്രൂപ്പ്. എന്നിരുന്നാൽ പോലും അവർക്ക് അവരെ സ്വയമായി എ ഗ്രൂപ്പ് എന്ന് വിളിക്കുകയും ചെയ്യാം. എയുടെ എല്ലാ തത്വങ്ങളും അവർ ഡിസഗ്രി ചെയ്യാം. They could disagree with any or all of AA's principle and still call themselves an A group. എയുടെ എല്ലാ തത്വങ്ങളെയും അവർ നിരസിച്ചാൽ പോലും അവർ സ്വയം വിളിക്കുകയാണ് ഞങ്ങൾ എയുടെ എക്കാരാണ്, എ ആണെങ്കിൽ അവർക്കത് ചെയ്യാം. അവർ ബട്ട് ദിസ് അൾട്രാ ലിബർട്ടി ഈസ് നോട്ട് എ റിസ്കി ആസ് ഇറ്റ്സ് ലുക്സ്. ഈ അമിത സ്വാതന്ത്ര്യം കാണപ്പെട്ടത് അത്ര അപകട സാധ്യതയുള്ള പോലെ ആയിരുന്നില്ല. ഇൻ ദ എൻഡ് ദ ഇന്നോവേറ്റേഴ്സ് വുഡ് ഹാവ് ടു അഡോപ്റ്റ് എ പ്രിൻസിപ്പൾസ്. അതിന്റെ അവസാനത്തിൽ അവരങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുത്താലും അതിന്റെ അവസാനത്തിൽ ആവിഷ്കർത്താക്കൾക്ക് എയുടെ തത്വങ്ങൾ, ചിന്തകൾ എടുക്കേണ്ടി വരും. അറ്റ്ലീസ്റ്റ് സം ഓഫ് ദം. മൊത്തമായി തത്വങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ കുറച്ചെങ്കിലും അവർ സ്വീകരിക്കേണ്ടി വരും. കുറഞ്ഞത് നമ്മുടെ തത്വങ്ങളിൽ കുറച്ചെങ്കിലും അവർ സ്വീകരിക്കേണ്ടി വരും. ഇൻ ഓർഡർ ടു റിമെയിൻ സോബർ അറ്റ് ഓൾ. സുബോധം നിലനിർത്തിക്കൊണ്ടു പോകുവാൻ അവർക്ക് അതിനു വേണ്ടിയെങ്കിലും കുറച്ച് തത്വങ്ങളെങ്കിലും സ്വീകരിക്കേണ്ടി വരും. ഈ അങ്ങനെയെങ്കിൽ ഓൺ ദ അതർ ഹാൻഡ്, മറ്റൊരു തരത്തിൽ ദേ ഫൗണ്ട് സംതിങ് ബെറ്റർ ദാൻ എ. ഒരു പക്ഷേ അവർ എയേക്കാൾ ഉത്തമമായത് എന്തെങ്കിലും അവർ കണ്ടെത്തിയിരിക്കണം. ഓർ ഇഫ് ദേ വെർ ഏബിൾ ടു ഇംപ്രൂവ് ഓൺ അവർ മെത്തേഡ്സ്. അല്ലെങ്കിൽ അഥവാ അവർക്ക് നമ്മുടെ ഉപാധികളെ പരിഷ്കരിക്കാൻ കഴിഞ്ഞിരിക്കണം. Then in all probability we would adopt that they discovered for general use everywhere. അതുകൊണ്ട് തന്നെ അങ്ങനെയെങ്കിൽ അതിന്റെ മുഴുവൻ പ്രാധാന്യത്തോടു കൂടി അവർ കണ്ടെത്തിയിട്ടുള്ളതിനെ നമ്മൾ ഏറ്റെടുക്കുകയും പൊതുവെ എല്ലായിടത്തും ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. അതായത് ആൽക്കഹോളിസത്തിന്റെ തത്വങ്ങൾ അവർ സ്വീകരിക്കാതെ അവർ സുബോധാവസ്ഥയിൽ എത്താൻ വേണ്ടി മറ്റേതെങ്കിലും തത്വങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അവർ നമ്മൾക്ക് തന്നാൽ നമ്മൾ അതും ഉപയോഗിക്കുമായിരുന്നു. ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യം, ദിസ് സോബർട്ട് ഓഫ് ലിബർട്ടി, ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യം ഓൾസോ പ്രിവെന്റ്സ് AS ഫ്രം ബിക്കമിങ് എ ഫ്രോസൺ സെറ്റ് ഓഫ് ഡോഗ്മാറ്റിക് പ്രിൻസിപ്പിൾസ് ദാറ്റ് കുഡ് നോട്ട് ബി ചേഞ്ച്ഡ് ഈവൻ വെൻ ഒബ്വിയസ്ലി റോങ്. ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യം എയെ സംരക്ഷിക്കുന്നു. വെറുമൊരു മരവിച്ച ആധികാരിക ഭാവത്തിലുള്ള തത്വങ്ങളുടെ കൂട്ടമായി തീരുന്നതിൽ നിന്ന് നമ്മളെ മരവിച്ച ആധികാരിക ഭാവമുള്ള തത്വങ്ങളല്ല എയിൽ നിന്ന് ഈ തരത്തിലുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവുന്നു. Frozen set of dogmatic principles that could not be changed even when obviously wrong. Healthy trial and error always have their day and place in AA. അതായത് പരീക്ഷണങ്ങൾ, ആരോഗ്യപരമായ പരീക്ഷണങ്ങളും പിന്നെ തെറ്റുപറ്റലുകളും എല്ലായ്പ്പോഴും എയിൽ ഉണ്ടായിരുന്നു. എയില് ട്രയൽ ആൻഡ് എറർ, ഒരു തത്വം പരീക്ഷിച്ച് പിന്നെ അത് തെറ്റുപറ്റുമ്പോൾ അത് തിരുത്തി അടുത്തത് പരീക്ഷിക്കുന്നത് എയിലുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് എനി ഡിസിഡന്റ് ഗ്രൂപ്പ് ഈസ് അർജ്ഡ് though never commanded not to make any other affiliation. തീർച്ചയായും മറ്റ് healthy trial and of course any dissident group urged though never commanded or not to make any other affiliation. അതായത് ഏതെല്ലാം ഗ്രൂപ്പുകൾ എത്ര വ്യഗ്രതപ്പെട്ടാലും മറ്റ് കാര്യങ്ങളുമായി കൂട്ടിച്ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. Not to make any other affiliation. Obviously we could not very well have Catholic A group. അതായത് നമ്മൾക്ക് ഇനി കത്തോലിക്ക ഗ്രൂപ്പ് ഉണ്ടാക്കാൻ കഴിയില്ല. വെൽ ഹാവ് കാത്തലിക് എ ഗ്രൂപ്പ്, പ്രൊട്ടസ്റ്റന്റ് എ ഗ്രൂപ്പ്, അല്ലെങ്കിൽ കത്തോലിക്ക ഗ്രൂപ്പ് ഉണ്ടാക്കാനോ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പ് ഉണ്ടാക്കാനോ, റിപ്പബ്ലിക്കൻ എ ഗ്രൂപ്പ്, ജനാധിപത്യ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനോ, ഡെമോക്രാറ്റിക് എ ഗ്രൂപ്പ് ഉണ്ടാക്കാനോ, കമ്മ്യൂണിസ്റ്റ് എ ഗ്രൂപ്പ് ഉണ്ടാക്കാനോ, nor should an A group ally itself with any particular brand of medical psychiatrist treatment.
ഏതെങ്കിലും മനഃശാസ്ത്രപരമായ ചികിത്സകളോട് ഒത്തുചേർന്നോ ഏതെങ്കിലും മെഡിക്കൽ ബ്രാൻഡിനോട് ചേർത്തുകൊണ്ടോ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ സാധിക്കില്ല. പക്ഷേ ഞങ്ങൾക്ക് അവരോട് സഹകരിക്കാം. വി ക്യാൻ കോർപ്പറേറ്റ് വിത്ത് എനിവൺ. നമ്മൾക്ക് എല്ലാവരോടും സഹകരിക്കാം. ബട്ട് ദ നെയിം ആൽക്കഹോളിക്സ് അനോണിമസ് മസ്റ്റ് ബി റിസർവ്ഡ് ഫോർ അസ് ഓൺലി. പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന നാമം തീർത്തും ഞങ്ങൾക്ക് വേണ്ടി മാത്രം കരുതി വെച്ചിരിക്കുന്നതാണ്. ബട്ട് ദ നെയിം ആൽക്കഹോളിക്സ് മസ്റ്റ് ബി റിസർവ്ഡ് ഫോർ അസ് ഓൺലി. നമ്മൾക്ക് വേണ്ടി മാത്രം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. മെനി പീപ്പിൾ വണ്ടർ ഹൗ എ ക്യാൻ ഫങ്ഷൻ അണ്ടർ സച്ച് എ സീമിങ് അനാർക്കി. പലരും അത്ഭുതപ്പെടുത്തുകയുണ്ടായി, എപ്രകാരമാണ് എക്ക് ഇങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്? കാഴ്ചയിൽ ഇത്തരം അരാജകത്വത്തിന് കീഴിൽ. എന്തൊരു അരാജകത്വമാണ്! അതർ സൊസൈറ്റീസ് ഹാവ് ടു ഹാവ് ലോ ആൻഡ് ഫോഴ്സ് ആൻഡ് സാങ്ഷൻ ആൻഡ് പനിഷ്മെന്റ്. മറ്റ് സമൂഹങ്ങൾക്കുള്ളതായിട്ടുള്ള മറ്റ് സമൂഹങ്ങളിൽ അവർക്ക് നിയമങ്ങളുണ്ട്, അവർക്ക് അതിൻ്റെ ശക്തിയുണ്ട്, പിന്നെ അവരുടെ സമ്മതം വേണം, പിന്നെ ചില ശിക്ഷാ നടപടികളുണ്ട്, ഭരണ നടത്തിപ്പുകളുണ്ട്, അധികാരിക്കപ്പെട്ട വ്യക്തികളുണ്ട്. അതർ സൊസൈറ്റി ഹാവ് ടു ഹാവ് ലോ, നിയമമുണ്ട്, ആൻഡ് ഫോഴ്സ്, ഫോഴ്സ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, ആൻഡ് സാങ്ഷൻ, അവരിൽ നിന്ന് ചില അനുമതികൾ വേണം, ആൻഡ് പനിഷ്മെന്റ്, ശിക്ഷകളുണ്ട്, അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ഓതറൈസ്ഡ് പീപ്പിൾ, ചില വ്യക്തികളാൽ അല്ലെങ്കിൽ അധികാരികളാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ് മറ്റു സൊസൈറ്റി. ഹാപ്പിലി ഫോർ അസ്, പക്ഷെ സന്തോഷപൂർവ്വം നമുക്ക് വി ഫൗണ്ട് വി നീഡ് നോ ഹ്യൂമൻ അതോറിറ്റി വാട്ടവർ. സന്തോഷത്തോടെ നമ്മൾ കണ്ടെത്തിയ ഒരു കാര്യമുണ്ട്, അതായത് ഞങ്ങൾക്ക് മാനുഷികമായ ആരും തന്നെ മനുഷ്യരായിട്ടുള്ള ആരും തന്നെ അധികാരിയായി ആവശ്യമില്ല. വി ഫൗണ്ട് വി നീഡ് നോ ഹ്യൂമൻ, മനുഷ്യരായ ആരും ആവശ്യമില്ല. വി ഹാവ് ടു അതോറിറ്റീസ് വിച്ച് ആർ ഫാർ മോർ എഫക്റ്റീവ്. ഞങ്ങൾക്ക് 2 അധികാരികളുണ്ട്, അവ ഒരുപാട് കാര്യക്ഷമമായതാണ്. വൺ ഈസ് ബിനൈൻ, ദ അതർ മാലികൻ. അവയിലൊന്ന് കാരുണ്യമുള്ളത്, മറ്റത് ദ്രോഹിക്കുന്നത്. ഒന്ന് കാരുണ്യമുള്ളത്, മറ്റത് ദ്രോഹിക്കുന്നവന്. ദർ ഈസ് ഗോഡ് അവർ ഫാദർ. ഒന്ന് ദൈവമുണ്ട്, അദ്ദേഹമാണ് ഞങ്ങളുടെ പിതാവ്. അദ്ദേഹം ഹു വെരി സിംപ്ലി സേസ് ഇറ്റ്, വളരെ ലളിതമായി ഞങ്ങളോട് പറയുന്നു, ഐ ആം വെയിറ്റിംഗ് ഫോർ യു ടു ഡു മൈ വിൽ. ഞാൻ എൻ്റെ ഇച്ഛ ചെയ്യാനായി നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു എന്ന് പറയുന്ന, കരുണയോടും ദയാവായ്പോടും കൂടി പറയുന്ന ദൈവമാണ് ഒരാൾ. ദ അതർ അതോറിറ്റി ഈസ് നെയ്മഡ് ജോൺ ബാർലിക്കോൺ ആൻഡ് ഹി സേസ്. മറ്റേ അതോറിറ്റി എന്ന് പറയുന്നത് ജോൺ ബാർലിക്കോൺ ആണ്. അയാൾ പറയുന്നത്, യു ഹാഡ് ബെറ്റർ ഡു ഗോഡ്സ് വിൽ ഓർ ഐ വിൽ കിൽ യു. നിനക്ക് നല്ലത് ദൈവത്തിന്റെ കാര്യം, അല്ലെങ്കിൽ ദൈവം പറയുന്ന കാര്യം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇച്ഛ നിറവേറ്റുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. അങ്ങനെയുള്ള 2 അതോറിറ്റിയാണ് ഇപ്പൊ നിലവിൽ നമുക്കുള്ളത് എന്നാണ് അവിടെ പറയുന്നത്. ആൻഡ് സം ടൈംസ് ഹി ഡസ് കിൽ. ചില സമയങ്ങളിലെല്ലാം അവൻ നമ്മളെ കൊന്നും കളയും. സോ വെൻ ഓൾ ദ ചിപ്സ് ആർ ഡൗൺ വി കൺഫേം ടു ഗോഡ്സ് വിൽ ഓർ പെരീഷ്. ചില സമയങ്ങളിൽ അവൻ നമ്മളെ കൊന്നുകളയും. മാത്രമല്ല ചില സമയങ്ങളിൽ അവൻ അവസാനം നമ്മളെ താഴെ വീഴ്ത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചു ദൈവത്തിന്റെ ഇംഗിതത്തിൽ ചെയ്യുവാൻ, അല്ലെങ്കിൽ അകാല ചരമം പ്രാപിക്കാൻ ഈ നിലയിൽ മരണവാചകം തൂങ്ങിക്കിടക്കുന്നു. സോ വെൻ ദ ചിപ്സ് ആർ ഡൗൺ വി കൺഫൈൻ ടു ഗോഡ്സ് വിൽ അവർ പെരിഷ്. ഞങ്ങൾ ദൈവത്തിന്റെ ഇച്ഛകള് ഞങ്ങള് താഴ്ന്നു വീണപ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ തറയിൽ വീണപ്പോൾ, ഞങ്ങൾ ദൈവത്തിന്റെ ഇച്ഛ ചെയ്യുവാനായിട്ട് ഞങ്ങൾ സന്നദ്ധനായി, അല്ലെങ്കിൽ ഞങ്ങൾ നശിക്കും. അറ്റ് ദിസ് ലെവൽ, ഈ നിലയിൽ, ദ ഡെത്ത് സെന്റൻസ് ഹാങ് ഓവർ ദ എ മെമ്പർ. അങ്ങനെയാണ് ഞങ്ങളുടെ ഈ ഡെത്ത് സെന്റൻസ് തൂങ്ങിക്കിടക്കുന്നത്. ഹിസ് ഗ്രൂപ്പ് ആൻഡ് എ ആസ് ഓൾ, അവന്റെ ഗ്രൂപ്പിലും എയിലും മൊത്തത്തിലും. Therefore we have the full benefit of the murderous political dictatorships of today, but none of their liabilities. അപ്പോൾ മെമ്പർമാരുടെ തലയ്ക്ക് മുകളിൽ ഈ മരണവാചകം തുടങ്ങിക്കിടക്കുന്നു, അവന്റെ ഗ്രൂപ്പ് തൂങ്ങിക്കിടക്കുന്നുണ്ട്. അവന്റെ ഗ്രൂപ്പിന് മുകളിൽ മാത്രമല്ല, മൊത്തത്തിൽ എടുക്കുമ്പോഴും. അതിനാൽ ഞങ്ങൾക്കുണ്ട് മുഴുവൻ പ്രയോജനങ്ങളായ ആ മാരക രാജ്യവ്യാപക സ്വേച്ഛാധിപത്യങ്ങൾ ഇന്ന് കാലത്തിലുള്ളതാണ്. murderous political dictatorship of today, but none of their liabilities. So there is authority enough, love enough. പക്ഷെ അവയിലെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഒന്നും തന്നെ ഇല്ല. അതിനാൽ അവിടെ ആവശ്യത്തിന് അധികാരികളുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ആവശ്യത്തിന് സ്നേഹമുണ്ട്. there is authority enough, love enough and punishment enough. ഞങ്ങൾക്ക് ആവശ്യത്തിന് ശിക്ഷാവിധികളുണ്ട്, love enough and punishment well, without any human being clutching the handles of power.
എല്ലാം ഒരു മനുഷ്യന്റെ സഹായമിതല്ലാതെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. ആ ശക്തിയുടെ കൈപ്പിടികളിലാണ് ഞങ്ങൾ. Such is AI's backstop against dissolution, and it's a final guarantee of survival under any condition. For us, it is do or die. ആ ശക്തിയുടെ കൈപ്പിടികളിലാണ് ഞങ്ങൾ മുറുകെ പിടിച്ച്. അത്തരത്തിലുള്ളതാണ് എയുടെ പിന്താങ്ങൽ. ഞങ്ങൾ അലിഞ്ഞു പോകുന്നതിനെതിരായിട്ടുള്ളത് അതാണ്. ഏത് സാഹചര്യങ്ങൾക്ക് മേലും ഉയർത്തെഴുന്നേൽക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഇത് ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക എന്നതുപോലെയാണ്, ഡു ഓർ ഡൈ. ബട്ട് ദിസ് ഈസ് നോട്ട് ദ ഹോൾ സ്റ്റോറി. പക്ഷെ ഇത് ഒരു മുഴുവൻ കഥയാകുന്നില്ല. As our individual and group development progresses, we begin to obey the AI tradition for their reasons. ഞങ്ങളുടെ യുക്തിപരമായതും പിന്നെ ഗ്രൂപ്പിന്റെയും ഉന്നമനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ AI പാരമ്പര്യങ്ങളെ അനുസരിക്കാനും മറ്റു ചില കാരണങ്ങൾ മൂലം ഞങ്ങൾ അവയെ അനുസരിക്കാൻ ആരംഭിച്ചതിന് കാരണം ഞങ്ങൾ ഈ തത്വസംഹിതകൾ അനുസരിക്കുന്നതിന് we begin to obey the AI traditions. ഞങ്ങൾ പാരമ്പര്യങ്ങൾ അനുസരിക്കുന്നു for other reasons. മറ്റ് പല കാര്യങ്ങളിൽ we begin to obey that because we think they are right for us. ഞങ്ങൾ കരുതുന്നത് എന്താണ്? അത് ഞങ്ങൾക്ക് ശരിയാകണമെന്ന് തോന്നലിലാണ്. Right for us. We obey this principle because we think they are good principles. ഞങ്ങൾ അവ നല്ല തത്വങ്ങളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. Even though we still resist somewhat, ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിലും then comes the final level of obedience. ഞങ്ങൾ അവസാനം അതൊരു അനുസരണയോടുകൂടി the best of all, ഞങ്ങൾക്ക് കഴിയുന്നത്ര മാത്രം അനുസരണയോടുകൂടി ഞങ്ങൾ അതനുസരിക്കാൻ തയ്യാറാവുന്നു. Then comes the final level of obedience, the best of all. We obey AI steps and traditions because we really want them for ourselves. ഞങ്ങൾ ഞങ്ങളുടെ ഈ പറയുന്ന പാരമ്പര്യവും പടികളും ഞങ്ങൾക്ക് ആവശ്യമായി തന്നെ വന്നു. ഇറ്റ് ഇസ് നോ ലോങ്ങർ എ ക്വസ്റ്റ്യൻ ഓഫ് ഗുഡ് ഓർ ഈവിൾ. ഇത് നല്ലതാണോ പൈശാചികമാണോ എന്ന ചോദ്യം ഉയരുന്നില്ല. വി കൺഫേം ബിക്കോസ് വി ജെന്യുവൻലി വാണ്ട് ടു കൺഫേം. ഞങ്ങൾക്ക് തീർച്ചയായും ഉറപ്പിച്ചു. അതായത് പൈശാചികമാണോ നല്ലതാണോ എന്നുള്ളൊരു സംശയമൊന്നും ഇല്ല. ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഉറപ്പിച്ചു. കാരണം ഞങ്ങൾക്ക് കലർപ്പില്ലാതെ അതിന് ആവശ്യമായിരുന്നു. Such is our process of growth of in unity and in function. ഞങ്ങളുടെ വളർച്ചയിലേക്കും വികസനത്തിനും ഐക്യത്തിലും പിന്നെ ചുമതലകളിലും ഈ തത്വങ്ങൾ ആവശ്യമായിരുന്നു. വി കൺഫേം ബിക്കോസ് വി ജെനുവൻലി വാണ്ട് ടു കൺഫേം. സച്ച് ഈസ് അവർ പ്രോസസ് ഓഫ് ഗ്രോത്ത് ഇൻ യൂണിറ്റി ആൻഡ് ഇൻ ഫംഗ്ഷൻ. സച്ച് ഈസ് ദ എവിഡൻസ് ഓഫ് ഗോഡ്സ് ഗ്രേസ് ആൻഡ് ലവ് എമോങ് us. ഇതാണ് ദൈവത്തിന്റെ സ്നേഹം, ദൈവാനുഗ്രഹത്തിന്റെ തെളിവും. മച്ച് ഓഫ് അവർ ഡിസ്കഷൻ സോ ഫാർ ലീഡ്സ് സ്ട്രേറ്റ് ടു ട്രഡീഷൻ 5. ഇതുപോലെയുള്ള ഞങ്ങളുടെ ഒരുപാട് ചർച്ചകൾ നേരെ ഇപ്പോൾ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് പാരമ്പര്യം 5ലേക്കാണ്. പാരമ്പര്യം 5 എന്താണ് പറയുന്നത്? വിച്ച് സ്റ്റേറ്റ്സ്, അതിങ്ങനെ പറയുന്നു: ഈച്ച് ഗ്രൂപ്പ് ഹാസ് ബട്ട് വൺ പ്രൈമറി പർപ്പസ് ടു ക്യാരി ദിസ് മെസ്സേജ് ടു ദി ആൽക്കഹോളിക് ഹൂ സ്റ്റിൽ സഫേഴ്സ്. അതായത് മദ്യപാനം മൂലം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നതായിരിക്കും ഓരോ ഗ്രൂപ്പിന്റെയും പ്രാഥമിക ഉദ്ദേശം. വി തിങ്ക്, ഞങ്ങൾ ചിന്തിക്കുന്നു, we should do one thing well rather than many things to which we are not called. ഒരുപാട് കാര്യങ്ങൾ മോശമായി ചെയ്തതിനേക്കാൾ ഒരു കാര്യം മെച്ചമായി ചെയ്യുക, ഇതാണ് ഈ പാരമ്പര്യത്തിന്റെ കേന്ദ്ര പ്രമേയം. ദിസ് ഈസ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദിസ് ട്രഡീഷൻ. പാരമ്പര്യത്തിന്റെ കേന്ദ്ര പ്രമേയം അതാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഒരു കാര്യം നന്നായി ചെയ്യുക. അവർ സൊസൈറ്റി ഗാതേർഡ് ഇൻ യൂണിറ്റി അറൗണ്ട് ദിസ് കൺസെപ്റ്റ്. നമ്മുടെ സമൂഹം ഈ ആശയത്തിന്റെ ചുറ്റുമാണ്, അതിനു ചുറ്റുമായിട്ടാണ് നമ്മുടെ സമൂഹം നിലനിൽക്കുന്നത്. അവർ സൊസൈറ്റി ഗാദേഴ്സ് ഇൻ യൂണിറ്റി അറൗണ്ട് ദിസ്. ഐക്യം, നമ്മുടെ സമൂഹത്തിന്റെ ഐക്യം നിലനിൽക്കുന്നത് ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദ വെരി ലൈഫ് ഓഫ് അവർ ഫെലോഷിപ്പ് റിക്വയർസ് ഇറ്റ്സ് പ്രിസർവേഷൻസ്. നമ്മുടെ കൂട്ടായ്മയുടെ നിലനിൽപ്പ് ഈ തത്വത്തിന് സംരക്ഷണം ആവശ്യപ്പെടുന്നു. ഷൂ മേക്കർ സ്റ്റിക്ക് ടു ദ ലാസ്റ്റ്. അതായത് ചെരുപ്പ് കുത്തി അവസാനം വരെ വിടാതെ ചെരുപ്പ് കുത്തി പണിയെടുക്കുക എന്നത്. ഇസ് നോ ഡൾ ക്ലിച്ച് ഫോർ ആൽക്കഹോളിസം. അത് എന്നത് ചെരുപ്പ് കുത്തി അവസാനം വരെ പണിയുക എന്നുള്ളതിൽ വിടാതെ ജോലി എടുക്കുക എന്നത് ആൽക്കഹോളിസത്തിനെ സംബന്ധിച്ച് ഒരു പറഞ്ഞു പഴകിയ ശൈലിയാണ്. ടുഗദർ വി ഹാവ് ഫൗണ്ട് എ സബ്സ്റ്റൻഷ്യൽ റെമഡി ഫോർ എ ടെറിബിൾ മാലഡി. ഒത്തുചേർന്ന് നമ്മൾ ഒരു കാര്യം കണ്ടെത്തി, ഒരു പരമാർത്ഥമായ പരിഹാരം കണ്ടെത്തി. Of course, we might interest ourselves in field of education.
നമുക്ക് തീർച്ചയായും മറ്റ് ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ, ഒരു വിദ്യാഭ്യാസത്തിൽ നമുക്ക് ശ്രദ്ധ ചെലുത്താൻ നമുക്ക് താല്പര്യമുണ്ടായി. റിസർച്ച്, നോറിസിസ് ആൻഡ് ഹി ലൈക്ക് ആൻഡ് ദ ലൈക്ക്, ബട്ട് ആസ് എ സൊസൈറ്റി ഷുഡ് ബി, അതായത് വിദ്യാഭ്യാസ ശൈലി സ്വീകരിക്കണം, റിസർച്ച് നടത്തണം, ഗവേഷണം, മദ്യാസക്തിയിൽ ഗവേഷണങ്ങൾ നടത്തണം, അങ്ങനെ പല താല്പര്യങ്ങളും ഉണ്ടായി. പക്ഷെ നമ്മൾക്ക് അങ്ങനെ ചെയ്യാമോ? അവർ എക്സ്പീരിയൻസ് ദാറ്റ് വി ഡെഫിനറ്റ്ലി ഷുഡ് നോട്ട്. ഞങ്ങളുടെ അനുഭവങ്ങൾ പറയുക എന്നത് നിശ്ചയമായും നമ്മൾ അത് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. It is our experience say that the definition we can and we do help as individuals in those fields. അതായത് നമ്മുടെ അനുഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് മദ്യാസക്ത എന്ന കൂട്ടായ്മ എന്ന രീതിയിൽ നമുക്കത് വിദ്യാഭ്യാസ മേഖലകളിലോ ഗവേഷണങ്ങളിലോ ഏർപ്പെടേണ്ടതില്ല. ഇനി ആളുകൾക്ക്, മദ്യാസക്തരായവർക്ക് വേണമെങ്കിൽ അതിൽ ഏർപ്പെടാം, നമ്മുടെ അംഗങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. പക്ഷേ ഒരു സംഘം എന്ന രീതിയിൽ, ഒരു ഗ്രൂപ്പ് എന്ന രീതിയിൽ അത് ചെയ്യാൻ കഴിയില്ല. വി ക്യാൻ ആൻഡ് വി ഡു ടു ഹെൽപ്പ് ആസ് ഇൻഡിവിജ്വൽസ് ഇൻ ദോസ് ഫീൽഡ്സ്. ദാറ്റ് ഈസ് ഗുഡ്. പക്ഷെ അത് നല്ലതാണ്. ബട്ട് ആസ് എ ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മ എന്നല്ല, വി നോ ദാറ്റ് വി മസ്റ്റ് നോട്ട് ബി ഡൈവേർട്ടഡ്. നമുക്ക് ഇങ്ങനെ വ്യതിചലിക്കരുത്. It is our experience as alcoholic that makes us of unique value on our sector of the total alcoholic front. അപ്പോൾ നിശ്ചയമായ രീതിയിൽ വ്യക്തികൾക്ക് വേണമെങ്കിൽ ആ മേഖലകളിൽ സ്വയം ചെയ്യാം. പക്ഷെ കൂട്ടായ്മ എന്ന രീതിയിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. നമുക്ക് അങ്ങനെ വേർതിരിക്കപ്പെടാൻ പാടില്ല. ഇതാണ് നമ്മുടെ അനുഭവം. ഒരു മദ്യാസക്തൻ എന്ന വണ്ണം, അതോ നമ്മെ ഒരു കൂട്ടുചേർന്ന മൂല്യമുള്ളവരായി നമ്മുടെ വിഭാഗമായ മൊത്തം മദ്യാസക്തരുടെ മുന്നേറ്റങ്ങളിൽ ഒരാൾക്ക് സാധ്യമല്ലാത്ത രീതിയിൽ നമുക്ക് ബാധിതരെ സമീപിക്കാൻ സാധിക്കണം. അതായത് മദ്യാസക്തി ബാധിച്ചവരെ സമീപിക്കാൻ സാധിക്കണം. If we had discovered a widely applicable cancer cure, our experience says that we definitely should not. We can and we do help as individuals in those fields. That is good. But as a fellowship, we know that we must not be diverted. നമുക്ക് വഴിതിരിഞ്ഞു പോകരുത്. അതായത് വിദ്യാഭ്യാസത്തിനോ റിസർച്ചിനോ മറ്റു കാര്യങ്ങൾക്കോ പോകരുത്. ഇറ്റ് ഈസ് അവർ എക്സ്പീരിയൻസ്. ഇത് നമ്മുടെ അനുഭവങ്ങളാണ്. ആസ് ആൽക്കഹോൾസ് ദാറ്റ് മേക്സ് അസ് ഓഫ് യുണിക് വാല്യൂ. ഇത് നമ്മുടെ പൊതു ഗുണമാണ്. ഓൺ അവർ സെക്ടർ ഓഫ് ദ ടോട്ടൽ ആൽക്കഹോളിക് ഫ്രണ്ട്. നമ്മൾ മദ്യാസക്തിയുടെ യുദ്ധമുഖത്താണ്. വി ക്യാൻ അപ്രോച്ച് സഫേഴ്സ് ആസ് നോ വൺ else can. നമ്മൾക്ക് മറ്റാർക്കും മദ്യാസക്തരെ സഹായിക്കുന്നതിനൊക്കെ കൂടുതൽ സഹായിക്കാൻ കഴിയും. Therefore the strongest kind of moral, വളരെയധികം ധാർമ്മികത ശക്തമായിട്ടുണ്ട്. ആൻഡ് എത്തിക്കൽ കമ്പൾഷൻ ഈസ് upon us to do this and nothing more. ഇത് മാത്രമാണ് നമുക്ക് ധാർമ്മികമായും ശക്തമായും ചെയ്യാനുള്ളത്, മറ്റൊന്നുമല്ല. ഇഫ് വി ഹാഡ് ഡിസ്കവേർഡ് എ വൈഡ്ലി ആപ്ലിക്കബിൾ ക്യാൻസർ ക്യൂർ, അതായത് നമ്മൾ ലോകം മുഴുവൻ ഉപയുക്തമാകുന്ന രീതിയിലുള്ള ഒരു ക്യാൻസർ ചികിത്സാ രീതി നമ്മൾ കണ്ടെത്തിയതാൽ നമ്മൾ അതിനോട് യോജിക്കും. അതിന് ഇറ്റ് ഹാസ് ബീൻ ഡിസ്കവേർഡ് വൈഡ്ലി ആപ്ലിക്കബിൾ ക്യാൻസർ കോഡ്. മൊത്തത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതിന്, ക്യാൻസർ സുഖപ്പെടുത്താൻ പറ്റുന്ന എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ വുഡ് ബി ബെഗ്ഡ് ടു അറ്റൻഡ് ടു ദാറ്റ് ആൻഡ് ദാറ്റ് ഓൺലി. നമ്മൾ എന്താ ചെയ്യുക? ക്യാൻസർ രോഗത്തിനുള്ള ചികിത്സ മാത്രം ക്യാൻസർ രോഗിക്ക് കൊടുക്കാൻ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ. വി വുഡ് നോട്ട് ട്രൈ ടു ലുക്ക് ആഫ്റ്റർ ഓൾ ട്യൂമേഴ്സ് ആൻഡ് ബ്രാഞ്ച് ഔട്ട് ഇൻ ടു ട്യൂബർക്കുലോസിസ് ആൻഡ് ടേപ്പ് വോംസ് ബിസൈഡ്സ്. നമ്മൾ ഒരിക്കലും ക്യാൻസർ രോഗം ഉള്ള ഒരാള് ക്യാൻസർ രോഗത്തിനുള്ള ചികിത്സ മാത്രമേ എടുക്കുകയുള്ളൂ. അല്ലാതെ ക്യാൻസർ രോഗമായിട്ടുള്ള ആൾ ഉടനെ തന്നെ ലോകത്തുള്ള എല്ലാ ട്യൂമറുകളും അല്ലെങ്കിൽ അതിന്റെ ബ്രാഞ്ചായിട്ടുള്ള മറ്റ് ട്യൂബർക്കുലോസിസുകളും അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ പോവുകയില്ല, അല്ലെങ്കിൽ അതിനെ കണ്ടുപിടിക്കാൻ നമ്മൾ പോവുകയില്ല. ഇൻ സച്ച് എ കേസ് വി വുഡ് സർട്ടൻലി സ്റ്റിക്ക് ടു ക്യാൻസർ. അതായത് അതിനോടൊപ്പം കാണപ്പെടുന്ന ട്യൂമറുകളെയോ അതിനെ ചികിത്സിക്കാനോ അല്ലെങ്കിൽ ക്ഷയരോഗത്തിന്റെ ശാഖകൾക്ക് മേലും പിന്നെ തൊട്ടടുത്ത് കാണപ്പെടുന്ന നാടവിരകളെ കുറിച്ചും അത്തരത്തിലുള്ള കേസുകളിൽ ഞങ്ങൾ ശ്രദ്ധിക്കാതെ തീർച്ചയായും ക്യാൻസർ രോഗമുണ്ടെങ്കിൽ ക്യാൻസറിന് വേണ്ടി മാത്രം നിലനിൽക്കും. ഏക്ക് ധാർമ്മിക ബാധ്യതയുണ്ട്, വൈദ്യശാസ്ത്രത്തോടും ആത്മീയതയോടുമെങ്കിലും ഞങ്ങൾക്ക് മറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ സാധിക്കുകയില്ല. കാരണം ഞങ്ങൾ വിദഗ്ധരായി മാറാൻ നമുക്ക് കഴിയില്ല. ഇൻ സച്ച് എ കേസ് വി വുഡ് സർട്ടൻലി സ്റ്റിക്ക് ടു ക്യാൻസർ. ആ കാര്യത്തിൽ നമ്മൾ ക്യാൻസറിനോട് മാത്രമേ ചേർന്ന് നിൽക്കുള്ളൂ. ദോ ഈസ് ഒബ്ലിഗേറ്റഡ് ടു ബോത്ത് മെഡിസിൻ ആൻഡ് റിലീജിയൻ. ഈ സമീപനം തന്നെയാണ് നമ്മൾ വൈദ്യശാസ്ത്രത്തോടും മതത്തോടും നമ്മൾ സ്വീകരിക്കുന്നത്. വി കനോട്ട് ബിക്കം എക്സ്പേർട്സ് ഇൻ ദയർ. നമ്മൾക്ക് അവരെ പോലെ വിദഗ്ധരാകാൻ കഴിയില്ല. ഡോക്ടർമാരാണ് മെഡിസിനിൽ വിദഗ്ധരാകേണ്ടത്, പുരോഹിതന്മാരാണ് റിലീജിയനിൽ വിദഗ്ധരാകേണ്ടത്. നമ്മൾ വി നോ ദാറ്റ് തിയോളജി ഈസ് ഫോർ ക്ലർജിമാൻ,
അതായത് ദൈവശാസ്ത്രം എന്ന് പറയുന്നത് പുരോഹിതർക്കാണ്. ആൻഡ് ദാറ്റ് ദ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ ആൻഡ് സൈക്കാട്രി ഈസ് ഫോർ ഡോക്ടേഴ്സ്. അതായത് വൈദ്യശാസ്ത്രത്തിലോ മനഃശാസ്ത്രത്തിലോ പ്രാക്ടീസ് നേടിയ ഡോക്ടർമാർക്കുള്ളതാണ് വൈദ്യശാസ്ത്രം. അപ്പം മതത്തിലോ വൈദ്യശാസ്ത്രത്തിലോ നമ്മൾ കൂടുതൽ ഗവേഷണത്തിനായി പോകേണ്ടതില്ല. സർട്ടൻ ദാറ്റ് വി ക്യാൻ ഡു ടുഗദർ ദാറ്റ് വി കനോട്ട് ഡു സെപ്പറേറ്റ്ലി. ചില കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ചു ചെയ്യാൻ കഴിയും, ചില കാര്യങ്ങൾ വി ഷാൾ ഓൾവേസ് കോപ്പറേറ്റ് ബട്ട് നെവർ കോമ്പീറ്റ്. നമ്മൾ സഹകരിക്കണം, പക്ഷെ അവരുമായി കൂടിച്ചേരരുത്. വി ഷാൾ ഡയറക്റ്റ് അവർ എനർജീസ് വേർ ദേ കൗണ്ട് മോസ്റ്റ്. നമ്മുടെ ഞങ്ങളിലെ ഊർജത്തെ എവിടേക്കാണ് ആവശ്യമോ അവിടെ മാത്രം ഞങ്ങൾ തിരിച്ചുവിടും. Most empathetically, then, AI has but one single purpose: to carry its message to alcoholic who still suffers. That is our basic objective, our real reason for existence. അപ്പോ മദ്യാസക്തി മൂലം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏഴ് സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുക, അത് മാത്രമാണ്. വളരെ താഴ്മയോടെ, എമ്പത്തറ്റിക്കലി, വളരെ കരുണയോടെ നമ്മൾക്കത് ചെയ്യണം. നമുക്ക് ആ ഒരൊറ്റ ഉദ്ദേശ ലക്ഷ്യമേ ഉള്ളൂ. അതാണ് നമ്മുടെ സിംഗിൾ പർപ്പസ്, അല്ലെങ്കിൽ പ്രൈമറി പർപ്പസ്. ദാറ്റ് ഈസ് അവർ ബേസിക് ഒബ്ജക്റ്റീവ്. അതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം, അവർ റിയൽ റീസൺ ഫോർ എക്സിസ്റ്റൻസ്. അത് തന്നെയാണ് നമ്മൾ നിലനിൽക്കുന്നതിൻ്റെയും കാരണവും. എ ലോജ് അടുത്ത ട്രഡീഷൻ 5 ആണ്. അത് അടുത്ത ദിവസം വായിക്കാം. താങ്ക് യു. 2 മിനിറ്റ് ഉള്ളൂ. താങ്ക് യു. ശ്രീനി, പ്രാർത്ഥിക്കാവോ? ആരെങ്കിലും പ്രാർത്ഥിക്കാവോ? അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. ദൈവമേ, ദൈവമേ,